നമ്മുടെ മധ്യത്തിലുണ്ട്. ആ ദൈവ സാന്നിധ്യമാണ് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് 50-ാം സങ്കീർത്തനം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്നിച്ച് വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. സാംസ് 50 വേഴ്സ് 1 to 6 നമുക്ക് ഒന്നിച്ച് വായിച്ച് നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദാവീദ് ഒരു മ്യൂസിക് ഗ്രൂപ്പിനെ അപ്പോയിൻറ്റ് ചെയ്തു. അതിൽ പ്രധാനിയായിരുന്നു ആസാഫ്. ആസാഫ് ഒരു ഗായകനാണ്. ആസാഫ് പാടുന്ന ഒരു പാട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന സമാഗമന കൂടാരത്തിൽ ദൈവത്താൽ നിയോഗിതനായ ആസാഫ് ദൈവ സാന്നിധ്യം മനസ്സിലാക്കിക്കൊണ്ട് ആലപിക്കുന്ന ഈ 50-ാം സങ്കീർത്തനത്തിൽ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ ഹോളിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യം, ഈ ഹോളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി, ഈ ഹോളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ കൃപകൾ, കർത്താവ് ചില പ്രത്യേക നിയോഗപ്രകാരം ചില കാര്യങ്ങൾ ചെയ്യുവാൻ പോകുന്നെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മെ കൂട്ടിവരുത്തത് ലോകശക്തിയല്ല, നമ്മെ കൂട്ടിവരുത്തിയ യഹോവയായ ദൈവമാണ്. ഈ ദൈവമാണ് നമ്മളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ കൂട്ടിവരുത്തിയിരിക്കുന്നത്. നമുക്ക് വായിക്കാം 50-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്നിച്ച് വായിക്കാം. ദൈവം യഹോവയായ ദൈവം അരുളി ചെയ്തു, സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു. സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. നമ്മുടെ ദൈവം വരുന്നു, മൗനമായിരിക്കില്ല. അവൻ്റെ മുമ്പിൽ തീ ദഹിപ്പിക്കുന്നു, അവൻ്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു. തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേൽ ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവേൻ. ദൈവം തന്നെ ന്യായാധിപതിയായിരിക്കുകയാൽ ആകാശം അവൻ്റെ നീതിയെ ഘോഷിക്കും. ഇന്ന് പകൽക്കാലം ആകാശം അവൻ്റെ നീതിയെ ഘോഷിക്കും. യാഗം ചെയ്ത് യഹോവയായ ദൈവം നമ്മെ ഇവിടെ കൂട്ടിവരുത്തിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഘോഷിക്കുവാനുണ്ടെങ്കിൽ ഗ്ലോറി ഹല്ലേലൂയ. നമുക്ക് നീതി നൽകി തന്ന, നമ്മളെ നീതീകരിച്ച, നമ്മളെ ശുദ്ധീകരിച്ച, നമ്മളെ വിശുദ്ധന്മാരാക്കിയ, ദൈവത്തെ ആരാധനയ്ക്ക് യോഗ്യരാക്കിയ ഈ ദൈവത്തെ നമുക്ക് നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്കൊരല്പസമയം സ്തുതിക്കാം. ഗ്ലോറി 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 ഹല്ലേലൂയ. ഗ്ലോറി യാഗം ചെയ്ത് ഹല്ലേലൂയ. ഗ്ലോറി ഹല്ലേലൂയ. ഗ്ലോറി 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 ഗ്ലോറി. ഇന്ന് പകൽക്കാലം ദൈവമായ കർത്താവ് നമ്മളെവിടെ കൂട്ടിവരിക്കുകയാണ്. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ. ഹല്ലേലൂയ. പഴയ നിയമമല്ല, പുതിയൊരു നിയമം. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ സ്ഥാപിതമായ ഒരു വലിയ നിയമം. ഹല്ലേലൂയ. ആർക്കും നീക്കുവാൻ കഴിയാത്ത ഒരു വലിയ നാമമാണ് യേശുവിന്റെ നാമം. ഈ പുതിയ നാമം, ഹല്ലേലൂയ, ഈ പുതിയ നിയമത്താൽ ഹല്ലേലൂയ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ കർത്താവിനെ നമുക്ക് വാഴ്ത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. ഗ്ലോറി 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 ഗ്ലോറി. കർത്താവേ, ഞങ്ങളങ്ങ് വാഴ്ത്തുകയാണ്. യേശുവേ, ഞങ്ങളങ്ങ് സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഗ്ലോറി. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുകയാണ്. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഈ ഹോളിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുകയാണ്. കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും കാലാകാലങ്ങളിൽ വീണ്ടെടുത്തതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നീ ഞങ്ങളെ കൂട്ടിവരുത്തിയിരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. ഈ ഹോളിൽ നിറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഞങ്ങളൊന്ന് അനുഭവിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ചില രോഗികളെ സൗഖ്യമാക്കുവാൻ പോകുന്നു. ഇന്ന് പകൽക്കാലം ചില വിടുതൽ നടക്കുവാനായിട്ട് പോകുന്നു. ചില പാപികൾ മാനസാന്തരപ്പെടുന്നു. ഗ്ലോറി. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. രൂപാന്തരം വരുത്തുന്ന ദൈവത്തിന്റെ ശക്തി, ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് രൂപാന്തരം വരുത്തുന്ന ദൈവത്തിന്റെ ശക്തി, ഞങ്ങളെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. രക്തത്താൽ ഞങ്ങൾ ജയമെടുക്കുന്നു. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്.
ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് യേശുവിന്റെ നാമത്തിൽ ഒരു ശക്തമായ വ്യാപാരം നടക്കട്ടെ കർത്താവേ. ഓ ഹല്ലേലൂയ, ഗ്ലോറി. ഞങ്ങളെ രക്ഷിക്കുവാൻ ഇറങ്ങുന്നവനായ കർത്താവേ, ഞങ്ങളെ പണിയുന്നവനായ കർത്താവേ, ഓ ഞങ്ങളെ ശുദ്ധീകരിക്കുന്നവനായ കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോൾ ഞങ്ങൾ വിശുദ്ധരായി ദൈവത്തെ ആരാധിക്കുവാൻ ഞങ്ങളെ വിശുദ്ധീകരിച്ചതായ ആ പുതിയ നിയമ രക്തത്തെ ഞങ്ങൾ ഓർക്കുകയാണ്. ഗ്ലോറി 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 ഗ്ലോറി. കർത്താവെ, ഞങ്ങൾ ഇവിടെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ മക്കൾ, കൊച്ചുമക്കളൊക്കെ വീടിടങ്ങളിലായിരിക്കുന്നു. അവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ വിവിധയിടങ്ങളിലായിരിക്കുന്നു. അവരെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ഈ ഹോളിൽ വന്നിരിക്കുന്ന ഓരോരുത്തർ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ഓൺലൈനിൽ കൂടി വാച്ച് ചെയ്യുന്നവരെ അനുഗ്രഹിക്കുമാറാകണമേ. ഇന്ന് പകൽക്കാലം ഓരോ ശുശ്രൂഷകൾ ചെയ്യുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് അഭിഷേകം ചെയ്ത് ശക്തിയോടെ എടുത്തിപ്പിക്കുന്നത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഇംഗ്ലീഷ് ഗാനങ്ങൾ ആലപിക്കുന്ന ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അഭിഷേകം അവരുടെ മേൽ വരട്ടെ, ദൈവശക്തി അവരുടെ മേൽ വരട്ടെ, ദൈവകൃപകളാൽ ജ്വലിക്കട്ടെ. അവരുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി പ്രവർത്തിക്കണമേ. കർത്താവാണ് അവരെ അഭിഷേകം ചെയ്തിരിക്കുന്നത്, കർത്താവാണ് അവരെ ബലം കൊടുത്തിരിക്കുന്നത്. കർത്താവെ, മലയാളം ഗാനങ്ങൾ ആലപിക്കുന്നവരെ കർത്താവ് ശക്തീകരിക്കണമേ. കൃപ കൊണ്ട് അവരെ മൂടിക്കൊള്ളുമാറാകണമേ. ദൈവത്തിനെ ഘോഷിക്കുന്ന കർത്താവിൻ്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ മോനിസോദിനെ കർത്താവ് ബലപ്പെടുത്തണമേ, സഹായിക്കണമേ. കർത്താവ് കൊടുത്ത ആലോചന ദൈവസഭയ്ക്ക് കൊടുക്കുവാൻ കർത്താവ് അഭിഷേകം ചെയ്ത് ശക്തിയോടുത്ത് ഉപയോഗിക്കണമേ. ഇംഗ്ലീഷ് കർത്താവ് ശുശ്രൂഷയ്ക്കായി സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കണമേ. മെസ്സേജ് കൊടുക്കുന്നതായ സമയത്ത് അത് അനുഗ്രഹമായി തീരണമേ. കർത്താവിൻ്റെ മേശ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കണമേ. ഇന്ന് പകൽക്കാലം ഞങ്ങളെല്ലാവരും കർത്താവേ നിന്റെ മുമ്പിലാണ് വന്നിരിക്കുന്നത്. സകലത്തെയും സൃഷ്ടിച്ച സകലത്തിൻ്റെയും വിടവനായ സർവശക്തനായ കർത്താവിന് മുമ്പിലാണ് കടന്നു വന്നിരിക്കുന്നത്. ഗ്ലോറി. ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുകയാണ്. ഈ ഹോൾ വിട്ട് ഞങ്ങൾ പോകുമ്പോൾ പിരിയുവാൻ കഴിയാത്ത നിലയിൽ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ, ദൈവശക്തി കൊണ്ട് നിറയ്ക്കുമാറാകണമേ. ഇന്ന് പകൽക്കാലം ഒരു വലിയ വിടുതൽ വ്യാപരിക്കട്ടെ. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ശക്തി വ്യാപരിക്കട്ടെ. ഗ്ലോറി. ഹല്ലേലൂയ. ഞങ്ങളങ്ങ് വാഴ്ത്തുകയാണ്, ഞങ്ങളങ്ങ് സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും മറക്കാത്ത സ്നേഹം നൽകി തന്ന കർത്താവിനെ ഞങ്ങൾ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ. മാതൃദിനമായി ഇന്ന് പകൽക്കാലം വിവിധയിടങ്ങളിൽ ആഘോഷിക്കുമ്പോൾ ഞങ്ങളും കർത്താവെ ഞങ്ങൾ ഓർക്കുകയാണ്. ഒരമ്മയുടെ സ്നേഹം എത്ര വാത്സല്യമുള്ള സ്നേഹമാണ്, ഒരമ്മയുടെ സ്നേഹം എത്ര കരുതലുള്ള സ്നേഹമാണ്, ഒരമ്മയുടെ വളർത്തുന്നത് ഹല്ലേലൂയ എത്ര ശക്തമേറിയ നിലയിലാണ്. ഹല്ലേലൂയ. അതിനേക്കാൾ ഉപരിയായ ഒരു സ്നേഹമാണല്ലോ കർത്താവിന്റെ സ്നേഹമെന്നോർക്കുമ്പോൾ, അതിനേക്കാൾ ഉപരിയായ ഒരു കരുതലാണല്ലോ എൻ്റെ യേശുവിന്റെ സ്നേഹമെന്നോർക്കുമ്പോൾ, അതിനേക്കാൾ ഉന്നതമായ നിലയിലാണല്ലോ ഞങ്ങളെ കർത്താവ് നടത്തുന്നത് ഓർക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഞങ്ങളങ്ങ് സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങ് വാഴ്ത്തുകയാണ്. കൃപ കൊണ്ട് മൂടിക്കൊള്ളണമേ, സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിച്ച് കർത്താവ് കേൾക്കണമേ. ആമേൻ, ആമേൻ. നമുക്ക് ആ നിൽപ്പിൽ നിന്നുകൊണ്ട് തന്നെ പിന്നെയും ഗാനങ്ങൾ പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. Praise the Lord. It is so good to be in the Lord's presence today. As we worship today, let's meditate on how our God is our firm foundation. He is the rock on which we stand, and there is no one holier than Him. Let's meditate on that as we sing this next song.
beside you. Open up my eyes in wonder and show me who you are and fill me this is not all with your heart and lead me in your love to those around me. Jesus, the name above every other name. And Jesus, the only one who could ever save. How worthy of every breath we could ever breathe. We live for you, live for you. Holy, there is no one like you. There is none beside you. Open up my eyes in wonder and show me who you are and fill me with your heart and lead me in your love to those around me. There is no one like you. There is none beside you. Open up my eyes in wonder and show me who you are and fill me with your heart and lead me in your love to those around me. I will build my life upon your love. It is a firm foundation. I will put my trust in you alone, and I will not be shaken. I will build my life upon your love. It is a firm foundation. I will put my trust in you alone, and I will not be shaken. There is no one like you. There is none beside you. Open up my eyes in wonder and show me who you are and fill me with your heart and lead me in your love to those around me. There is no one like you. There is none beside you. Open up my eyes in wonder and show me who you are and fill me with your heart and lead me in your love to those around me. Please continue to worship. God deserves all of our glory and all of our honor. God should be at the center of our life. We have to surrender in front of Him. He is everything that we need. Surrender.
surrender. I surrender. I want to know you more. I want to know you more. I surrender. I want to know you more. I want to know you more. Surrender. I surrender. I want to know you more. I want to know you more. Yo, fade out, fade out. Fade out. Alright, I want you to slowly build it. Add some kick right now. Like a rushing wind, Jesus, breathe within. Lord, have your way, Lord, have your way in Slowly build, slowly build. Louder, a little louder. like a mighty storm, stir within my soul. Lord, have your way, Lord, have your way in me. Rushing wind, Jesus, breathe within. Lord, have your way, Lord, have your way in me. Like a mighty storm, stir within my soul. Lord, have your way, Lord, have your way in me. Oh, I surrender. I want to know you more. I want to know you more. I surrender. I surrender. I want to know you more. I want to know you more. I surrender. I want to know you more. I want to know you more. God deserves all of our worship. He is so great. His breath is in our lungs, and use that breath to praise him. All of the earth will give him praise. Even our bones will give him praise. Your breath in our lungs, so we pour out our praise, pour out our praise. It's your breath in our lungs, so we pour out our praise to you only. In our lungs, so we pour out our praise, pour out our praise. It's your breath in our lungs, so we pour out our praise to you
To the higher, not tops, darkness higher. you give hope. You restore every heart there. that is broken. And great are you, Lord. In our lungs, so we pour out our praise, pour out our praise. It's your breath in our lungs, so we pour out our praise to you, holy. In our lungs, so we pour out our praise, pour out our praise. It's your breath in our lungs, so we pour out our praise to you, holy. In our lungs, so we pour out our praise, pour out our praise. It's your breath in our lungs, so we pour out our praise to you, holy. Great are you, Lord. These bones will sing, great are you, Lord. All the earth will shout your praise, our hearts will cry, these bones will sing, great are you, Lord. All the earth will shout your praise, our hearts will cry, these bones will sing, great are you, Lord. It's your breath in our lungs, so we pour out our praise, pour out our praise. It's your breath in our lungs, so we pour out our praise to you, Lord. It's your breath in our lungs, so we pour out our praise, pour out our praise. It's your breath in our lungs, so we pour out our praise to you, holy. Great are you, Lord. Great are you, Lord. Ja, fina. Thank you, Lord, for allowing us to gather here today in your presence. Thank you for keeping us safe for the past week, and thank you for allowing us to meet here. Please help us to meditate on you, and please help us to give you all the praise, because you put breath in our lungs, and we deserve to give, and you deserve all the praise. I pray for the rest of the meeting. Please let it be a blessing. Please let it touch everyone's hearts, and please let no one leave here not changed. Please continue to keep us safe. In Jesus' name I pray, amen. Praise the Lord, church. Today is a very special day. Mother's Day is more than just a holiday. It is a sacred opportunity to recognize the divine presence of our mothers in our lives. From the moment of our birth, mothers become our first teachers, our first nurturers, and our first example of unconditional love. In their embrace, we find comfort. In their wisdom, we find guidance. And in their love, we find a glimpse of God's own boundless compassion. Me personally, I was living a reckless life.
a life straying away from Christ. And it is because of my mother's prayer, her fasting, and her faith in Christ, I was able to find my way back to Him. You know, sometimes I get the occasional, Monet, don't do this or don't do that. In my mind, I'm thinking, why is she telling me this? I know this. But, you know, your mom knows best for you, you know. She doesn't want to do anything that will harm you. Just goes along with the will of God, amen? Now, in this journey back to faith, I discovered that true strength does not lie in our own abilities, but in surrendering ourselves to the divine will of God. Just as my mother's prayers lifted me from the depths of despair, so too does our faith in God sustain us through life trials and tribulations. Let me say this one more time. Our faith in God sustains us through life trials and tribulations. Faith in God is not something that you have one day, and it's not something that you lose the next. That's not how it works. Faith is a journey. It is a relationship with Him, knowing that you can trust Him no matter the situation. Amen? This morning, we will be turning to Mark chapter 5, verse 21. Verse 21 says, "And when Jesus had crossed again in the boat to the other side, a great crowd gathered about Him, and He was beside the sea. Then came one of the rulers of the synagogue, Jairus by name, and seeing Him, he fell at His feet." The ruler of a synagogue fell at His feet in the presence of Jesus. When we are in the presence of Jesus, we have to fall to our knees and humble ourselves, amen? When we are in the secret place having communication with God, we have to humble ourselves. It is one thing to humble ourselves in the sight of man, but it is another thing to humble ourselves in the sight of God. What does this mean? We acknowledge that He is in full control, that we are fully dependent on God, and that without Him, we wouldn't be who we are. We wouldn't have what we have or lead the life that we have right now if it wasn't for God. Amen? Now we can see here in verse 23 that Jairus has faith in Jesus. He said, "My little daughter is at the point of death. Come and lay your hands on her so that she may be made well and live." Isn't that amazing? Jairus is helpless, but he knows that he can put his trust in God. Amen? He can count on God regardless of the situation. He can put his full trust in Him. And that goes to show Jairus' faith. Now, as we look further into the scripture, we can see that the woman is suffering from a certain kind of bleeding, right? For 12 years, she has been suffering with this. And it says in verse 28, "If I were to touch even His garment, I will be made well." Now, let's imagine this, right? A crowd is so overwhelming and that it is so difficult to move, right? They're not making any progress at all. And these people are so disgusted with this woman, thinking, oh, why is she here? They're pushing this woman left and right, trying to push her away from Christ. But her main goal is to touch His garment, amen? There may be times in our lives when people try to sway us away from Christ. In the midst of all the distractions in the world, all the noise of status, of gaining power, of gaining popularity, of making money, we must keep our eyes on Him. It is so easy to get distracted with social media, just feeding us every day. But it is important to keep our eyes on Him. Now, we can see that Jesus continues to heal her. And He says, verse 34, "Daughter, your faith has made you well." He said, "Daughter." So to everyone in that crowd that pushed her aside, saying, "You're unworthy, you are unclean," to the woman who was possibly disowned by her own family, Jesus looks at her and says, no, you're my daughter. She's now a daughter in the kingdom of God. She's not healed physically, but she is healed both inside and outside, right? Amen? Now, as mentioned previously, Jairus is still in the midst of the crowd, hoping that it's not too late. He's still there. He's waiting for his daughter to be healed. So we can see that this woman got an instant healing, right? This woman got an instant healing, but Jairus had to wait. And this is a season of waiting for him. He has to wait for the healing. There will be times in our life where you're asking God, why are you not healing me? And it's sometimes you may question Him. But God has a plan for you.
It's all timed perfectly. It's all part of his own plan, right? And we can see this multiple times in the Bible. We see Lazarus, who was raised from the dead after 4 days. David had to wait 15 years to become king. And he wrote in Psalm 40, verse 1, I waited for the Lord. He stooped down and he heard my cry. Now, as we look into verse 35, someone from that house comes out and says, your daughter is dead. Why trouble the teacher any farther? Why even bring Jesus here if the daughter is dead? Amen? If the daughter is dead, why bring Jesus here? There are going to be doubters in this life. If God tells you to go into the city and preach the word of God, there are going to be people out there that tell you, oh, you're crazy. Why do you even do that? God's going to tell you to put all your money to the church and give it to the homeless. There are going to be people that said, you're crazy. Why even do that? God is going to tell you, give your full life to him. People are going to be like, what are you doing? What does God say here? It says, do not fear, only believe. Verse 36 says, do not fear, but only believe. My brothers and sisters in Christ, it is disrespectful to fear or to have any sort of worry if we are a true believer in Christ. It is disrespectful to worry if we have that true relationship with Christ. No need to put your faith in materialistic things. Not money, not your house, not your car, not people, not your friends or family. We have someone that died on that cross for us, that took the burden for us. Hallelujah. Our faith should be so strong to the point that nothing can get between him and you. If you look into Hebrew, you don't need to turn, I can say it for you guys. There are many portions here where it says that it is because of the faith of people in this Bible that they were able to see through Christ. For example, by faith the people crossed the Red Sea on dry land. By faith the walls of Jericho fell down and they were encircled for 7 days. By faith, Rahab the prostitute did not perish with those who were disobedient because she had given a friendly welcome to the spies. By faith, Sarah was able to conceive. It is by faith, my brothers and sisters in Christ, it is by faith. We cannot put our faith in idols. It's not how it works. That's the temporary satisfaction. It's not permanent. Our God, we should put our faith in God because he loves us. He will do anything for us. He has a plan for us. Amen. Now, Jesus heals the daughter. And it says in here at the very end, verse 43, he strictly charged them not to tell anyone, right? There's a reason why Jesus says, don't tell anyone about this miracle that I just did. Why is that? Some people will come to God for a miracle or a blessing, right? And at that point, we're taking advantage of him, right? God does not want us to have some sort of transaction with him. He wants us to put our full faith in him and build a relationship with him. It's not something that you go one day and you just forget about him the next. That's not how it works. Just to sum it all up, this event demonstrates that God has power over death. His willingness to intervene in our darkest moments. It shows that God's love transcends even to the finality of death, offering hope and a new life to all those who believe in him. I urge you, my brothers and sisters, to put your full faith in him, to surrender yourself to him. You don't need anything else in this life. You don't need anything else in this life. There may be people around you that try to pull you away from him. Walk straight in his path. Hallelujah. Praise God. I just want to say thank you to Pastor Moniz and Binsu Chachin for giving me this opportunity to speak in front of you all. Thank you and God bless. Amen. 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 Amen.
I repeat the same hug which he gave me during the time of his baptism. What a powerful revival preacher among us. I don't know how much he prayed. I don't know how much his mom prayed. Anyway, he did. They did. Thank God for our young people. It was really overwhelming experience in my life. Oh, I'm not going to preach today, okay? It's over. We don't need another message today because the Holy Spirit is moving in our church. We have so many powerful young preachers in this church. Joel is here, Jaren is here, Nidhi is going to preach in our church someday. Linda is going to preach in this church someday. That is the promises of God. This church is for the young people. How many of you can say amen? നിങ്ങൾക്ക് ആമേൻ പറയാമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. All the young people, would you please stand up? This is Mother's Day, but I just want to pray for you. Nidhi, Linda, all the young people, would you please stand up? Joe, you can also stand up. Jennifer, okay, close your eyes. നിങ്ങൾക്ക് എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ് ദൈവമക്കളെ, ഇവരാണ് നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. ഈ ചർച്ചിന് വേണ്ടത് ഇവരെയാണ്. നമ്മുടെ ലോകത്തിന് വേണ്ടത് ഇവരെയാണ്. എത്ര പേരുടെ കണ്ണ് നിറഞ്ഞെന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച് ഇവരെ പിറകോട്ട് വലിക്കുന്ന തിന്മയുടെ ശക്തികളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ ജയമുണ്ടാകട്ടെ. അഭിഷേകം ഈ ഹോളിൽ വ്യാപരിക്കട്ടെ. ആത്മനിറവ് ഈ ഹോളിൽ വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ കൃപ ഈ ഹോളിൽ വ്യാപരിക്കട്ടെ. റമാന ശംദല റമാന ഹസ്തര ജാലകര വൗഷമന ഘടകദന. എല്ലാവരും പ്രാർത്ഥിച്ചാണ്. All of you, please open your mouth and offer your praises. Open your hearts and worship the Lord. These young people, they are going to worship. They are going to preach. They are going to minister among us. They are going to be the witness of Jesus Christ. They are going to be the powerful ministers of Jesus Christ. We are going to pray for them. Cyril, would you please come forward? എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിറിൽ അവർക്ക് വേണ്ടി ആത്മാവി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവമക്കളെ, ഇതൊരു ചടങ്ങല്ല കേട്ടോ. ഞാൻ ഈ ലാംബാർട്ടിന്റെ പ്രസംഗം കേട്ടുകൊണ്ട് എൻ്റെ ഹൃദയം നിറഞ്ഞ് എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞ് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാനിങ്ങനെ വിങ്ങി വളരെ വിഷമിച്ച് ഇവിടെ ഇരിക്കുകയായിരുന്നു. കാരണം ദൈവമേ, ഞങ്ങളുടെ യങ് പീപ്പിളിനെ നീ ഉപയോഗിക്കുന്നല്ലോ, നീ അവരെ അഭിഷേകം ചെയ്യുന്നല്ലോ, നീ അവരെ നിറയ്ക്കുന്നല്ലോ. ഇന്ന് പകലിൽ ഈ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരെയും കർത്താവ് ഉയർത്തുകയാണ്, കർത്താവ് ഉണർത്തുകയാണ്. How many of you believe that? Worship the Lord. എല്ലാവരും ആത്മാവിൽ ഒന്ന് അന്യഭാഷകളിൽ കർത്താവിനെ സ്തുതിച്ച് ആത്മാവിൽ ദൈവത്തിന് മഹത്വം കൊടുത്ത് ഇവർ ഈ സഭയുടെ മുമ്പിൽ ദൈവത്തിന്റെ സാക്ഷികളായി തീരട്ടെ. Thank you, Father, for your presence. Thank you for your spirit to move. Yes. Hallelujah. Yes. This world, the teachings of this world, Father, Lord, and touch your helm, Father, focus on you, Father, Oh, hallelujah. Move, Father, Lord, in them. Yes. Let their lives, Father, Lord, be a light. Hallelujah, to this world, to this church, Father, Lord. To their families, to the future generation, Father. We submit each and every one into your hands, Father. Hallelujah. Use them mightily, hallelujah. Yes. Father, we pray that your spirit in every aspect of their lives, hallelujah, will prevail, Father, Lord. When this world will say, when the doubters would come, Father, the Spirit will move in them, Father. We pray that they will be strengthened in the Spirit. Every word that's spoken, Father, O Lord, hallelujah, will be according to your will, Father. We thank you for these young children.
We thank you, Father, Lord, for their mothers. We thank you for the families that you have given them, Yes. Father. We pray that the rest of their lives, Father, Lord, that you have intended for them will be a blessing, Father. Hallelujah. Oh, We pray, hallelujah, Father, that you would hallelujah, work amongst them hallelujah, for this hallelujah, community, Father, hallelujah. Lord, in their schools, in their colleges, Father, Lord, at their workplaces. You would bless them. Hallelujah. Let them be overflowing with your spirit, Father. Hallelujah. We thank you, Father, once again in your holy and mighty name we pray. Amen. Within few days, this is the promise of the Lord. Within few days, God will open new ways for you, for your financial side, for your future. God is going to do something very significant in your life. Receive it by faith. Receive it by faith. Receive it by faith. In the name of Jesus, that is going to happen in your life. In the name of Jesus, that is going to happen in your life. In the name of Jesus, that is going to happen in your life. I mean, how many of you believe that? Start to worship the Lord. How many of you believe that? Lift up your voice and say, praise the Lord. Hallelujah. Within few days, God is going to do miracles in your life. Amen, amen, amen. You may be seated. We are going to worship our God with Malayalam songs. ഈ ഗാനങ്ങൾ പാടുന്ന സമയത്ത് എല്ലാവരും കർത്താവിനെ പാടി ആരാധിക്കണം. ഇത് ആരാധനയുടെ സമയമാണ്. കർത്താവിനെ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാനുള്ള സമയമാണ്. ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയാനുള്ള സമയമാണ്. കർത്താവിനെ ഒരുമിച്ച് സ്തുതിക്കാനുള്ള സമയമാണ്. ആരും ഈ ഹോളിൽ മൗനമായിരിക്കരുത്. കർത്താവിൻ്റെ അസാധാരണമായ സാന്നിധ്യത്തിൻ്റെ നിറവിൽ നമ്മൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് ഇന്ന് രാവിലെ ദൈവ സാന്നിധ്യം അനുഭവിക്കാം. Many times I have told that, if the presence of God is not here, if we cannot experience the presence of the Lord, it is nothing. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ ഇല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല ദൈവമക്കളെ. ഞാൻ കാണുന്നത് ദൈവത്തിൻ്റെ അസാധാരണമായ സാന്നിധ്യം ഈ ഹോളിൽ എഴുന്നള്ളി നിൽക്കുകയാണ്. എത്ര പേർ അത് അനുഭവിക്കുന്നുണ്ട്? നിങ്ങളുടെ ശരീരത്തിൽ അത് അനുഭവിക്കുന്നെങ്കിൽ മൗനമായിരിക്കരുത്. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കണം. God is here. Hallelujah. What a blessed day it is, right? Being in the presence of God is the greatest blessing in our life. This beautiful Sunday morning, as we gathered in His presence to worship Him, the greatest blessing in our worship service is the presence of God. His presence makes the difference. This morning we know that omniscient God is here, but we feel the manifested presence of God in our life. God is everywhere because He is omnipresent God. Everywhere you can feel the presence of God. But when we come into the presence of God, we feel, we experience the manifested presence of God in our life. I know that this is the time of celebration and thanksgiving. I just want to take this opportunity to extend my sincere congratulations to all our mothers, those who are attending in this worship service. May God enable us to remember the blessings that God showered upon us, especially remember what He has done in you and through you. The church altogether, we just want to wish you a happy Mother's Day. Later on, we will have a small service and we will pray for you. One great man of God said like this, Mother, you are the vehicle. God has been using you to maintain a godly generation on this planet Earth. God began the creation and He continues His procreation through you. Mothers, remember that you adorn such a privileged position just because of the grace of God. Remember the powerful verse that Jacob says. Genesis chapter 30 verse 2. Then Jacob's anger burned against Rachel. And he said, am I in the place of God who has withheld from you the fruit of the womb?
Thus, motherhood, the state of being a mother, is a gift of God. You are so special in the sight of God. Your privilege is unchangeable. That's what the word of God says. Isaiah 45 verse 10. Your heart is the seat of love and storehouse of compassion. Isaiah 49:15. You are a great blessing to your children, your husband, to your household, and the people around you. See the beautiful legacy of Timothy, his mom, his grandmom. They've been serving the Lord. They've been able to teach Timothy, and later on he became a minister of the gospel of Jesus Christ. Mom, your dedication to the family and affection to the Lord are exemplary and incomparable. Thank God for the beautiful privilege that God has given you. We, along with the church, we praise God for all that He has been doing in our life. This morning, I just want to share a small message. I'm not going to take much time because we have to do certain things in this morning. കർത്താവിൻ്റെ വചനത്തിലേക്ക് നമുക്ക് തിരിയാം. ഉത്തമഗീതങ്ങളുടെ പുസ്തകം. നിങ്ങൾ വിചാരിക്കും ഇന്ന് വായിക്കാൻ പറ്റിയ പുസ്തകം തന്നെ അല്ലേ? യെസ്, സോങ് ഓഫ് സോളമൻ ചാപ്റ്റർ 8 വേഴ്സ് 5. ഒറ്റ വരി വായിച്ചാൽ മതി. മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോരിവൾ ആർ? Who is that coming up from the wilderness, leaning on her beloved? നമ്മളാണ് പറഞ്ഞ ലീനിങ് ഓൺ ഹെർ ഹസ്ബൻഡ് എന്നല്ലേ? ഹലോ. Who is coming from the wilderness, leaning on her beloved? We know the story of the book of Solomon, a song of Solomon. Solomon was the greatest king in the history of mankind, especially in the history of Israel. He was the wisest among all human beings came into this earth. You know the power of Solomon. This story, the book of Solomon, Song of Solomon, speaks about his marriage to a shepherd girl. Her name is Shulamite. So on one side we see Solomon, the king of Israel, and on the other side we see a shepherd girl. Her name is Shulamite. നമുക്കറിയാം ശലോമോൻ 1005 പാട്ടുകൾ പാടിയിട്ടുണ്ട്. 1005 songs. 1 Kings chapter 4 verse 32. വായിക്കണ്ട. But this is the song of that all songs. താൻ പാടിയ എല്ലാ പാട്ടുകളുടെയും പാട്ടാണ് Song of Solomon. The theme of this book is love, the power of love. The prime actor in this book is no one else but Solomon. The prime actress is no one else but the Shulamite, the shepherd girl. Here we see the daughters of Jerusalem singing along with the bride. And here we see 60 groomsmen in this book. 60. Nowadays, maximum we have 12, right? Here we see 60 groomsmen. I do not know how many bridesmaids were there. Because of this special situation, a marriage between Solomon and a shepherd girl. This book speaks about the powerful love, the powerful love, the power of love, their intimacy. അവരുടെ സ്നേഹത്തിൻ്റെ, അവരുടെ കൂട്ടായ്മയുടെ ശക്തിയെ തെളിയിക്കുന്ന പുസ്തകമാണ് സോങ് ഓഫ് സോളമൻ. പക്ഷേ ഇതിനകത്തിൽ 2 വാക്കുകൾ എൻ്റെ ശ്രദ്ധയിൽ കഴിഞ്ഞ ദിവസങ്ങൾ വന്നു, ചില നാളുകൾക്ക് മുമ്പേ വന്നു. അതിലെ ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. ചാപ്റ്റർ 8 വേഴ്സ് 5. മരുഭൂമിയിൽ നിന്ന് പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോൾ ഇവൾ ആർ? That is a powerful question. Who is that coming from the wilderness, leaning upon her beloved? നിങ്ങൾക്ക് ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്.
ശലോമോൻ തന്നെ ചോദിക്കുകയാണ്, മരുഭൂമിയിൽ പ്രിയന്റെ മേൽ ചാരി വരുന്ന ഇവളാർ. നമ്മൾ ഒത്തിരി പാട്ടുകളൊക്കെ അതിനെക്കുറിച്ച് പാടിയിട്ടുണ്ട് അല്ലേ? ഒത്തിരി പാട്ടുകൾ. വാട് എ ഫെലോഷിപ്പ്, വാട് എ ജോയ് ഡിവിൻ, ലീനിങ് ഓൺ ദി എവർ ലാസ്റ്റിംഗ് ആംസ് എന്നുള്ള പാട്ട് അറിയാവുന്ന എത്ര പേരോടുണ്ട്? ഐ തിങ്ക് ബെന്നിറ്റേക്ക് അറിയാവുന്നില്ലയോ? ആ, ഞെട്ടിപ്പോയി. ഓക്കെ, ലീനിങ് ഓൺ ദി എവർ ലാസ്റ്റിംഗ് ആംസ്. Here we see a person, we do not know his name. It says beloved. Beloved, I can explain that later on. പ്രിയന്റെ മേൽ ചാരി വരുന്ന ഒരുവൾ. പക്ഷെ എനിക്ക് സങ്കടം തോന്നിയത് അതല്ല. അതിന്റെ ഒന്നാമത്തെ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ഫ്രം വേർ ഷീ ഈസ് കമ്മിങ് ഫ്രം. ഹലോ, ഷീ ഈസ് കമ്മിങ് ഫ്രം വിൽഡേർനെസ്. ഇന്ന് കർത്താവിനെ ആരാധിക്കുന്ന എല്ലാ ദൈവമക്കളും ഓർക്കണം, നമ്മുടെ ജീവിതം എപ്പോഴും സന്തോഷം മാത്രമായിരുന്നെങ്കിൽ ഇതൊരു മൊണോട്ടണസ് ലൈഫായിട്ട് മാറിയേനെ. എന്ന് സങ്കടം മാത്രമായിരുന്നെങ്കിൽ നമുക്ക് നിവർന്ന് നിൽക്കാൻ കഴിയത്തില്ലായിരുന്നു. ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് സഫറിങ് ആൻഡ് ഹാപ്പിനെസ്. സംടൈംസ് വി വിൽ റിജോയ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ് ആൻഡ് അറ്റ് ദ സെയിം ടൈം വി ഹാവ് സഫറിങ്സ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സന്താപവും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ വന്നത്. രാത്രിയും പകലും ഉണ്ട്, ഡേ ആൻഡ് നൈറ്റ്. പക്ഷെ ബൈബിൾ ഡേ ആൻഡ് നൈറ്റ് എന്നല്ല പറയുന്നത്, നൈറ്റ് ആൻഡ് ഡേ എന്നാണ് പറയുന്നത്. നിങ്ങൾ എങ്ങനെ എപ്പോഴേലും വായിച്ചിട്ടുണ്ടോ? നമ്മുടെ സമയം തുടങ്ങുന്നത് എപ്പോഴാണെന്നറിയാം. നമ്മുടെ ഡേ തുടങ്ങുന്നത് രാത്രി 12 മണിക്കാണ്. പക്ഷേ ബൈബിളിലെ സമയം തുടങ്ങുന്നത് രാത്രി 12 മണിക്കല്ല, സന്ധ്യയായി ഉഷസ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പ്രസംഗിക്കാം, കാരണം അതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. സന്ധ്യയായി, ഇരുട്ടാണ് ആദ്യം വന്നിരുന്നത്, ഇരുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇരുട്ടിനെ കണ്ടുകൊണ്ട് ദൈവം മാറി നിന്നില്ല. ദൈവം പറയുന്നുണ്ട്, ലെറ്റ് ദേർ ബി ലൈറ്റ്. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഇരുട്ടുണ്ടെന്ന് തോന്നുന്നെങ്കിൽ, എപ്പോഴെങ്കിലും സങ്കടമുണ്ടെന്ന് തോന്നുന്നെങ്കിൽ, വേദന ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ, നോ നീഡ് ടു വറി അബൌട്ട് ദ സിറ്റുവേഷൻ. ഇന്ന് പകലിൽ ആ ശബ്ദം ഈ ഹോളിനകത്ത് മുഴങ്ങും, ലെറ്റ് ദേർ ബി ലൈറ്റ്. ഹല്ലേലൂയ. For the people of Israel, wilderness was a literal thing. They've been wandering, they were walking, they were traveling, they were journeying all through the days of 40 years through the wilderness. ഇസ്രായേൽ മക്കൾക്ക് വിൽഡർനെസ് എന്ന് പറഞ്ഞാൽ ലിറ്ററൽ തിങ് ആയിരുന്നു. അവർ അക്ഷരീയമായിട്ട് മരുഭൂമി കൂടെ നടക്കുകയായിരുന്നു. ബട്ട് ഫോർ ദ പീപ്പിൾ ഓഫ് ഗാഡ് ഇറ്റ് ഈസ് നോട്ട് എ ലിറ്ററൽ തിങ്, ഇറ്റ് ഈസ് എൻ എക്സ്പീരിയൻസ്. എന്താ വിൽഡേർനെസ് എന്നുള്ളത് ഞാൻ 2-3 വാക്ക് വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സംഭവം മനസ്സിലാകും. ഐ മീൻ കം ബാക്ക് വിത്ത് മീ. ജെറമായ ചാപ്റ്റർ 2 വേഴ്സ് 6. ജെറമായ ചാപ്റ്റർ 2 വേഴ്സ് 6 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദ ലാൻഡ് ഓഫ് ഡെസേർട്സ് ആൻഡ് പിറ്റ്സ്, a land of drought and deep darkness, a land that none passes through, where no man dwells. There we see 6 particular things about a wilderness. ഒരു മരുഭൂമിയെ കുറിച്ച് 6 പ്രധാന കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് എണ്ണി നോക്കിക്കേ, ഓരോന്നും നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾ നോക്കിക്കേ. പാഴ്നിലമുള്ള, ഒന്നും ഫലം കായ്ക്കാത്ത, കുഴികൾ മാത്രമുള്ള, വരൾച്ച മാത്രമുള്ള, കൂരിൽ മാത്രമുള്ള, മനുഷ്യൻ സഞ്ചരിക്കാത്ത, ആളുകൾ പാർക്കാത്ത സ്ഥലത്തിനാണ് വിൽഡേർനെസ് എന്ന് പറയുന്നത്. ഇന്ന് പകലിൽ ഈ എക്സ്പീരിയൻസിലൂടെ പോകുന്ന ആരെങ്കിലും ഈ ഹോളിനകത്തിലുണ്ടെങ്കിൽ, ഐ ജസ്റ്റ് വാണ്ട് ടു എൻകറേജ് യു, യു ആർ നോട്ട് അലോൺ. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൂത് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഒന്നുകൂടെ ഞാൻ പറയാം. ഈ 6 അനുഭവങ്ങൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ച് ധ്യാനിച്ച് കർത്താവിന് ഒത്തിരി മഹത്വം കൊടുത്തു. സംടൈംസ് വി മേ പാസ് ത്രൂ ദ പാഴ്നിലം എക്സ്പീരിയൻസ്, കുഴികളുള്ള സ്ഥലത്തൂടെ. സംടൈംസ് വി മേ പാസ് ത്രൂ വരൾച്ചയുള്ള അനുഭവത്തിലൂടെ. ചിലപ്പോൾ കൂരിട്ടിലൂടെ ആയിരിക്കും. തൊട്ടടുത്ത് നിൽക്കുന്ന ആളിനെ പോലും കാണാത്ത അനുഭവമല്ലേ കൂരിട്ടെന്ന് പറയുന്നത്. അങ്ങനെ പോകുന്ന ആരെങ്കിലും ഇന്ന് പകൽ ഈ ഹോളിലുണ്ടെങ്കിൽ ഞാൻ ആത്മാവിലൊരു ദൂത് നിങ്ങളോട് കൈമാറാം. തൊട്ടടുത്ത് നിൽക്കുന്ന ആളിനെയും കാണാതിരിക്കുമ്പോഴും കൂടെ നിൽക്കുന്ന ഒരുവനുണ്ട്. അവന്റെ പേരാണ് നസ്രേനായ യേശു. ജീസസ്. Read very carefully. Gospel of Luke chapter 4:24. We are not going to read. Verses 13 onwards. There we see 2 people. We do not know one of their names. One was Cleopas. The theologian says that one was his wife Mary. 2 പേര് from Jerusalem to Emmaus. It was 7 miles distance. യെരൂശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോകാൻ 7 മൈൽ ദൂരമുണ്ട്. 7 miles എന്ന് പറഞ്ഞേ, 7 miles. ഒരാൾ മാക്സിമം നടന്നാൽ 1 മണിക്കൂറിൽ 3 മൈൽ നടക്കുമെന്നാണ്. വിതിൻ 1 hour 3 miles. അങ്ങനെയാണെങ്കിൽ 7 മൈൽ നടക്കണമെങ്കിൽ എത്ര മണിക്കൂർ വേണം? മിനിമം 2.5 hours. ഫ്രം ജെറൂസലം ടു എമ്മൗസ് 2.5 hours വാക്കിംഗ് ആണ്. അവരിങ്ങനെ
തർക്കിച്ചും വാദിച്ചും കൊണ്ടുപോവുക. ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. ക്ലയോപ്പാസ് ആൻഡ് ഹിസ് വൈഫ് മേരി. ജോൺ ചാപ്റ്റർ 19 വേഴ്സ് 25 വായിച്ചു നോക്കിയാൽ മതി. ക്ലയോപ്പാസിൻ്റെ വൈഫിൻ്റെ പേര് മേരി എന്നാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഹസ്ബൻഡും വൈഫും ആയിരിക്കണമെന്ന് എനിക്ക് ഉറപ്പാണ്, കാരണം ഇവരുടെ സംസാരം കേട്ടപ്പോഴേ എനിക്ക് പിടികിട്ടി. ഹലോ, ആർ യു വിത്ത് മീ? അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്. അവർ തർക്കിച്ചും എന്നിട്ട് ഒരുമിച്ച് നടന്നല്ലോ, അതല്ലേ ഗുണം. ഹലോ, പക മുഴുവൻ വഴക്കുണ്ടാക്കിയാലും ഒരു കട്ടിലേക്ക് കിടന്നുറങ്ങാൻ പറ്റുന്ന അത്രയും വലിയൊരു സ്നേഹം. Okay, they were arguing, they were discussing something. At least 3 things, I think they were discussing about 3 things. Number 1, the crucifixion of Christ. Number 2, his resurrection. Number 3, the witnesses, angels, the empty tomb. ഈ കാര്യങ്ങളെക്കുറിച്ച് അവർ പറയുന്നത്. ആരൊക്കെയാ? ക്ലയോപ്പാസ് ആൻഡ് ഹിസ് വൈഫ് മേരി. എന്താ അവർ പറയുന്നത്? Crucifixion of Jesus, resurrection of Jesus, the empty tomb. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഒരു അൺഇൻവൈറ്റഡ് ഗസ്റ്റ്. ഞാൻ പലപ്പോഴും വിളിക്കുന്നത്, ഞാൻ പണ്ടൊരിക്കൽ പ്രസംഗിച്ചതാണ്, ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഹി ഈസ് ദ ട്രാവലേഴ്സ് കമ്പാനിയൻ. നിന്റെ മരുഭൂയാത്രയിൽ ആരുമില്ലാതിരിക്കുമ്പോൾ നിന്റെ കൂടെ വരുന്ന ഒരുവനുണ്ട്. അവൻ്റെ പേരാണ് നസ്രേനായ യേശു ക്രിസ്തു. കുഞ്ഞെ, ആളാരാണെന്ന് ചോദിക്കാതെ, പേര് പറയാതെ നിന്റെ കൂടെ നടന്ന് നിന്റെ സംശയങ്ങൾ തീർക്കാൻ കഴിയുന്ന ഒരുവൻ ഇന്ന് പകലിൽ ഈ ഹോളിലുണ്ടെന്ന് നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ ഇന്ന് പകലിൽ ആത്മാവിൽ ദൂത് പറയാം. നിന്റെ അപ്പാർട്ട്മെന്റിലോ, നിന്റെ ഭവനത്തിലോ, നിന്റെ യാത്രയിലോ, നിന്റെ ജോലിയിലോ എപ്പോഴെങ്കിലും നീ ഫെയിൽ ആകുന്നെന്ന് തോന്നുന്നെങ്കിൽ, എപ്പോഴെങ്കിലും സങ്കടം അനുഭവിക്കുന്നെങ്കിൽ, നോ നീഡ് ടു വറി അബൌട്ട് ദ സിറ്റുവേഷൻ. ജീസസ് വിൽ ജോയിൻ വിത്ത് യു. ഓ, എനിക്ക് ഭയങ്കര സന്തോഷം ദൈവമക്കളെ. ആ വാക്യങ്ങൾ ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് ഒത്തിരി ആവർത്തി വായിച്ചു. ഞാൻ ഈ സാധാരണ വായിച്ചു ഭയങ്കര ഇൻസ്പിറേഷൻ വരുമ്പോൾ ആവർത്തിച്ച് അങ്ങ് വായിക്കും. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ജീസസ് came and drew near to them and walked with them. യേശു അടുത്തു ചെന്നു. ഇന്ന് പകലിൽ ആരും അടുത്തു വരാത്ത സാഹചര്യത്തിലും അടുത്തു വരുന്ന ഒരുവനുണ്ട്. അവന്റെ പേരാണ് യേശു. ജീസസ് ഓപ്പൺഡ് ദ സ്ക്രിപ്ചേഴ്സ്. അങ്ങനല്ലേ ബൈബിൾ പറയുന്നേ? മോസസ് മുതലുള്ള മുഴുവൻ കാര്യവും കർത്താവ് അങ്ങ് പറഞ്ഞവരോട്. ഞാൻ വിചാരിക്കായിരുന്നു ജനസിസ് 3:15 ആയിരിക്കും തുടങ്ങിയത് അല്ലേ? ഈ പ്രോമിസ് ചൈൽഡിനെ കുറിച്ചുള്ള പ്രോമിസ് നമ്മൾ കാണുന്നത്, ആ പ്രോമിസ് സീഡിനെ കുറിച്ചുള്ള വാഗ്ദത്തം നമ്മൾ കാണുന്നത് ജനസിസ് 3:15 ആയിരുന്നു. കർത്താവ് അവിടെ തൊട്ടായിരിക്കും തുടങ്ങിയെന്ന് ഞാനങ്ങ് വിചാരിക്കുകയാണ്. ജനസിസ് 3:15 ഇങ്ങനെ തുടങ്ങി, പ്രോഫസിയിലൊക്കെ വന്ന്, സാംസിലൊക്കെ കയറി ഇറങ്ങി, 22-ാം സങ്കീർത്തനമൊക്കെ അങ്ങോട്ട് പറഞ്ഞ്, യെശയ്യാ 53 അങ്ങോട്ട് പറഞ്ഞ്, ഏറ്റവും ഒടുവിൽ ഒരു വിളി വിളിച്ചു: ബുദ്ധിയില്ലാത്തവരെ. ഞാനെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ. അതോറിറ്റി നിങ്ങൾ കണ്ടോ? അവരനങ്ങിയില്ല. അതാണ് അഭിഷേകത്തിൻ്റെ, ദൈവ സാന്നിധ്യത്തിൻ്റെ ലക്ഷണം. ഹല്ലേലൂയ. കർത്താവേ, ബുദ്ധിഹീനരെ, നിങ്ങൾക്കിതൊന്നും മനസ്സിലാകത്തില്ലേ? മോശ ജനസിസ് 3:15 മുതൽ പറഞ്ഞു വന്ന കാര്യങ്ങളൊന്നും നിനക്ക് മനസ്സിലാകുന്നില്ലേ? ഇവൻ മരിക്കുമെന്നും ഇവൻ ഉയർക്കുമെന്നും 3-ാം നാൾ ഇവൻ ഉയർക്കുമെന്നും ഒക്കെ പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിങ്ങൾ ഓർക്കുന്നില്ലേ? ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കയറി അവസാനത്തെ ഒരു കാര്യം പറയാം. കുറേ കഴിഞ്ഞ് കർത്താവിനെ മനസ്സിലാക്കിയപ്പോൾ ഇവർ തമ്മി പറയുക, അത് യേശു ആണെന്നുള്ളതിൻ്റെ ഒറ്റ തെളിവ് ഞാൻ പറയാം. അവൻ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ അകത്ത് തീ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് പകലിൽ ഈ വാചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അകത്ത് തീ കത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. ആമേൻ. അതൊരു ഫിലോസഫി വായിച്ചാൽ കിട്ടുന്നതല്ല, അതൊരു സയൻസ് വായിച്ചാൽ കിട്ടുന്നതല്ല. ആമേൻ. ലംബാർട്ട് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നില്ലേ? That is because of the word of God. ദൈവമക്കളെ, ഈ വചനം ചെറുതായിട്ട് നിങ്ങൾ കാണരുത്. കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഞാൻ കർത്താവ് ധ്യാനിച്ചു വെച്ചിരിക്കുക. ഒരു വചനം, ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞ ജീവനും. ലോകത്തിലെ ഒരു പുസ്തകത്തിനും ജീവനില്ല കേട്ടോ. വായിച്ചാൽ ഉള്ള ജീവനൂടെ പോകത്തേ ഉള്ളൂ ചില പുസ്തകം വായിച്ചാൽ. കാരണം 100 കണക്കിന് പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ് ഞാൻ. എനിക്കൊരു കാര്യം മനസ്സിലായി, ചില പുസ്തകം വായിക്കുമ്പോൾ തന്നെ ഞാൻ നിർത്തും. കാരണം ഇത് വായിച്ചാൽ ഉള്ള ജീവനൂടെ പോകും. പക്ഷേ ഇന്ന് പകൽ ഞാൻ പറയാം, ഇതിനോട് മാധുര്യമുള്ള ദൈവമക്കൾക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ ഇനി ഒരു അസൈൻമെന്റ് തരട്ടെ. ഇതിൻ്റെ ഇടയ്ക്ക്, യോഗത്തിൻ്റെ ഇടയ്ക്കാണെങ്കിലും ഓൺലൈനിലൊക്കെ പോകുന്നെങ്കിൽ സോറി ടു സേ ദാറ്റ്. ഫോർ ദ നെക്സ്റ്റ് 3 months ബൈബിൾ വായിച്ച് തീർത്തേച്ച് വരാമെങ്കിൽ 3 മാസം നിങ്ങൾ എന്ന് വേണേലും തുടങ്ങി. ഇന്ന് എത്രാം തീയതി? 12. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 12-ാം തീയതിക്കുള്ളിൽ. ഐ ട്രസ്റ്റ് യു, ഐ ബിലീവ് യു. ഇന്ന് മെയ് 12, ജൂൺ 12, ജൂലൈ 12. എൻ്റെ കണക്ക് ശരിയാണല്ലോ അല്ലേ?
ഓഗസ്റ്റ് 12 ജെനസിസ് 1:1 മുതൽ റെവലേഷൻ 22 ലാസ്റ്റ് വാക്യം വരെ വായിച്ചേച്ച് വരുന്നവർ. എന്തോ വായിച്ചാൽ മതി. ജസ്റ്റ് റീഡ് ഇറ്റ്. നോ നീഡ് ടു മെഡിറ്റേറ്റ്, നോ നീഡ് ടു മേക്ക് മെസ്സേജസ് ബിക്കോസ് വി ഡോണ്ട് ഹാവ് ടൈം ഹിയർ. ജസ്റ്റ് റീഡ് ഇറ്റ് if you can do it. No, only 3 months. Next 3 months, it is a challenge because the Holy Spirit was speaking to me for the last 2-3 weeks. I just want to give this assignment to the church. Read the word. No need. If you have time, meditate it, make messages, write it down, whatever you can do it. But at least read it. Okay, let's come back. August 12th. Okay. Do? അത് ഞാൻ പാസ്റ്ററെ കൊണ്ട് സ്പോൺസർ ചെയ്യിക്കുന്നതായിരിക്കും. ഓക്കെ, ലെറ്റ്സ് കം ബാക്ക്. ദിസ് ഈസ് ദ വിൽഡർനെസ് എക്സ്പീരിയൻസ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, കുഞ്ഞെ, ഇത് മണവാട്ടിയാണെങ്കിലും യാത്ര ചെയ്യുന്നത് മരുഭൂമിയിലൂടെ. രോഗത്തിൻ്റെ മരുഭൂമിയിലൂടെ പോയിട്ടുള്ളവർ ഇന്ന് ഇവിടെ ഇരിപ്പുണ്ട്. വേദനയുടെ വിൽഡർനെസ്സിലൂടെ പോയിട്ടുള്ളവർ, വേർപാടിൻ്റെ വിൽഡർനെസ്സിലൂടെ പോയിട്ടുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ എനിക്കൊരു ഉറപ്പ് പറയാനുണ്ട്. അതിനാണ് ഞാൻ ഈ ദൂത് പറയുന്നത്. വിൽഡർനെസ് പറഞ്ഞ് ഞാൻ നിർത്തത്തില്ല. വിൽഡർനെസ്സിനപ്പുറത്ത് എനിക്കൊരു ദൂത് പറയാനുണ്ട്. നിനക്ക് ചാരാനൊരു സ്ഥലമുണ്ട്. എല്ലാവർക്കും ദൂത് മനസ്സിലായില്ല. ഹല്ലേലൂയ. ഏകാന്തത നീ തനിയല്ല കുഞ്ഞേ. you are not alone. You have someone to lean upon. നിനക്കൊന്ന് ചാരുവാൻ ആരോ ഒരു വ്യക്തി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ദൈവപൈതൽ ഇന്ന് രാവിലെ കർത്താവിനെ സ്തുതിക്കാതെ പോകരുത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പരിശുദ്ധാത്മാവ് എന്നോട് ശക്തമായിട്ട് ഇടപെട്ടു. You have someone to lean upon. ഹല്ലേലൂയ. ജീസസ്. എനിക്ക് ബ്രൈഡിനെ കുറിച്ചും ബ്രൈഡ് ഗ്രൂമിനെയൊക്കെ കുറിച്ച് കുറേ കാര്യം പറയാനുണ്ടായിരുന്നു, പക്ഷേ ഐ ഡോണ്ട് ഹാവ് ടൈം. ഹോശേയ ചാപ്റ്റർ 2:14. ഹോശേയ 2:14 നിങ്ങളൊന്ന് കേട്ടു. ഹോശേയ 2:14. Therefore, behold, I will allure her and bring her into the wilderness and speak tenderly to her. നിങ്ങളെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ അവളെ വശീകരിച്ച് ഹെബ്രോൻ ചർച്ചിനകത്തേക്കൊണ്ട് ആരാധന നടുവിൽ അവളോട് സംസാരിക്കും. എന്നായിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. സ്തോത്രം. നിങ്ങളാ വാക്ക് മറക്കരുത്. ദൈവം ചിലപ്പോൾ നിന്നെ മരുഭൂമി കൊണ്ടുപോയെന്നിരിക്കും. ഹല്ലേലൂയ. എല്ലാവർക്കും മനസ്സിലായില്ല? ഹാഗാറേ, നിന്നെ തള്ളിവിട്ടത് മരുഭൂമിയിലേക്കാണെങ്കിൽ നിനക്കും നിന്റെ തലമുറയ്ക്കും വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഏലിയാവേ, നീ കിടന്ന് നിലവിളിച്ചത് മരുഭൂമിയിലാണെങ്കിൽ നിനക്ക് വേണ്ടി ദൂതൻ അപ്പവുമായി ഇറങ്ങി വരുമെന്ന് ഞാൻ ഉറപ്പ് തരാം. എത്ര പേർക്ക് ഇന്ന് രാവിലെ ദൂത് മനസ്സിലാകുന്നുണ്ട്? ഞാൻ അവളെ വശീകരിച്ച് എവിടെ കൊണ്ടുപോകും? മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും. ഇന്ന് പകലിൽ ഈ അനുഭവത്തിലൂടെ പോകുന്ന ആരെങ്കിലും ഈ ഹോളിനകത്തിലുണ്ടെങ്കിൽ ഒരു നിമിഷം കർത്താവിനൊന്ന് നന്ദി പറഞ്ഞ് കർത്താവ് സാഹചര്യമൊക്കെ ഒന്ന് മാറ്റട്ടെ. ആമേൻ. കർത്താവ് നമ്മുടെ സാഹചര്യമൊക്കെ ഒന്ന് മാറ്റട്ടെ. ദൈവമക്കളെ, ഈ വാക്യമൊക്കെ ഹൃദയത്തിലെങ്കിലും ഒന്ന് കുറിച്ചു വെക്കണം. ഒന്ന് കുറിച്ചു വെക്കണം. There is power, there is life. ഹല്ലേലൂയ. ഈ വചനത്തിനകത്ത് ജീവനുണ്ട്. ദൈവമേ, അവൻ എന്നെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നു. Again 2:14. നിങ്ങൾ വീണ്ടും കണ്ടോ വാക്യം? മരുഭൂമി കൊണ്ടുപോയിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു തന്നെ. അമ്മമാരേലും ഒന്ന് പറ, ഇന്ന് നിങ്ങൾക്ക് സ്പെഷ്യൽ ഡേയാ. നിങ്ങളേലും ഒന്ന് പറ, ഒന്ന് സന്തോഷമാകട്ടെ. ഞാൻ അവളോട് എങ്ങനെ സംസാരിക്കും? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കണ്ണ് നിറയുമ്പോൾ, നിന്റെ ഹൃദയം നിറയുമ്പോൾ യേശു വന്ന് നിന്റെ കാതിൽ പറയുക, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. ലാബാട്ടിൻ്റെ പ്രസംഗം നിങ്ങൾ കേട്ടോ? നീ ദൈവത്തെ വിശ്വസിക്കുന്നെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ലെന്ന് അന്ന് ഉറക്കെ പറഞ്ഞു. നീ ദൈവത്തിൽ വിശ്വസിക്കുന്ന പേടിക്കേണ്ട ആവശ്യമില്ലെന്ന്. നീ ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ ധൈര്യമായിട്ട് പറ, God will open a way where there is no other way. ഹല്ലേലൂയ. ഒരു വഴിയുമില്ലാത്തവൻ ദൈവം ഒരു വഴി തുറക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.
സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഞാൻ അവളോട് എങ്ങനെ സംസാരിക്കും എന്നറിയാമോ? ഹൃദ്യമായിട്ട് സംസാരിക്കും. ഇന്ന് രാവിലെ സമയം മരുഭൂമിയുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ ഹോളിനകത്തിലുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. യു ഹാവ് എ പ്ലേസ് ടു ലീൻ അപ്പോൺ. നിനക്കൊന്ന് ചാരി നിൽക്കാനൊരു സ്ഥലമുണ്ട്. ഇനി ആളിൻ്റെ പേരവിടെ പറഞ്ഞിട്ടുണ്ട്. പേരല്ല പറഞ്ഞത്, വിശേഷണമാണ് പറഞ്ഞത്. നിങ്ങൾ ഇനി നമ്മുടെ കുറിവാക്യത്തിലേക്ക് ഒന്ന് വന്നേ. ഉത്തമഗീതം 8-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യം. മരുഭൂമിയിൽ നിന്ന് തൻ്റെ പ്രിയന്റെ മേൽ, ആരുടെ മേലാ? ഹല്ലേലൂയ. അണിയെന്നൊക്കെ ആയിരുന്നു നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ലേ? എന്താ സ്തോത്രം. പക്ഷെ അങ്ങനല്ല എഴുതിയേക്കുന്നത്, അണിയെന്നൊന്നല്ല എഴുതിയേക്കുന്നത്. ബിലവഡ്. ഭയങ്കര പവർഫുൾ വേഴ്സായത്. നിങ്ങൾ ബൈബിള് വായിച്ചു നോക്കണം. എനിക്കങ്ങ് ആനന്ദം തോന്നി പാസ്റ്റർ, ഭയങ്കര സന്തോഷം തോന്നി. ദിസ് ഈസ് വൺ ഓഫ് ദ പവർഫുൾ വേർഡ്സ് ഇൻ ദ ബൈബിൾ. ശലോമോനെ ദൈവം വിളിക്കുന്നത് എൻ്റെ പ്രിയൻ മകനെന്നാ. ദാനിയേലിനെ ദൈവം വിളിച്ചത് എൻ്റെ പ്രിയ പുരുഷ എന്നാ. ദൈവത്തിൻ്റെ പ്രിയനാണവൻ. ശലോമോൻ ദൈവത്തിൻ്റെ പ്രിയനാണ്. വാക്യമൊക്കെ ഉണ്ട്. 6-ാമത്തെ വാക്യം നിങ്ങൾ കേട്ടോ. ആമേൻ, സ്തോത്രം. 6:3. ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ. ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ. പേരല്ല പറയുന്ന, വിശേഷണമാ പറയുന്നത്. ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ. അടുത്തത്, എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ. കണ്ടോ? ആ പദപ്രയോഗം നിങ്ങളെ മനസ്സിലെങ്കിലും ഒന്ന് കുറിച്ച് വെക്കണം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ പ്രിയനെ ഉള്ളവൾ. സോങ് ഓഫ് സോളമൻ ചാപ്റ്റർ 6:3. ഞാൻ എൻ്റെ പ്രിയനുള്ളവൻ, എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ. ഇന്ന് രാവിലെ സമയം കർത്താവ് നമ്മളോട് പറയുക, ആരായി പ്രിയൻ എന്നറിയാവോ? സ്തോത്രം. എഫേസ്യർ 1:6 നിങ്ങൾ വായിക്കണം. അവിടാണ് ഇത് പവർഫുള്ളായിട്ട് എഴുതിയിരിക്കുന്നത്. എഫേഷ്യൻസ് ചാപ്റ്റർ 1:6. എന്താ എഴുതിയിരിക്കുന്നറിയോ? പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി തന്നിരിക്കുന്ന, കണ്ടോ, അവൻ പ്രിയനായവനിൽ നമുക്ക് തന്ന സൗജന്യമായി നൽകിയിരിക്കുന്ന. അപ്പൊ ഇവിടുത്തെ പ്രിയനായവൻ ആരാ? നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. നിങ്ങൾ ഈ വാക്യത്തിന് എൻ്റെ കൂടെ ഇങ്ങനെ വരണം. സ്തോത്രം, സ്തോത്രം. എനിക്ക് അതിലാ ഇൻട്രസ്റ്റ് കേട്ടോ. പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതിയപ്പോൾ പറയുക, ആമേൻ, പ്രിയനായവനിൽ. ആരായി പ്രിയനായെന്നറിയാമോ? മത്തായി 3:17 വായിച്ചു നോക്കണം. പിതാവായ ദൈവം പറയുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. മറുരൂപമലയിലിരിക്കുന്ന യേശുവിനെ കുറിച്ച് സ്വർഗം പറയുന്ന സാക്ഷ്യമുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അത് കണ്ടുകൊണ്ട് പൗലോസ് ലേഖനം എഴുതുക, പ്രിയനായവനിൽ. ഹല്ലേലൂയ. ആർ യു വിത്ത് മീ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആരായി പ്രിയനായവൻ എന്നറിയാമോ? ആമേൻ, ഭർത്താവല്ല, അപ്പനല്ല, മകനല്ല, ബ്രദറല്ല. ആമേൻ, ദൈവത്തെ ആരാധിക്കുന്ന ഇതിലെ ഭാര്യയല്ല. ആമേൻ, പ്രിയനായ ഒരുവനുണ്ട്. അവന്റെ പേരാണ് നസറേനായ യേശു ക്രിസ്തു. ലൂക്കോസ് 24 ഞാൻ തിരിച്ചു വന്ന് അവസാനിപ്പിക്കാം. രണ്ടുപേരിങ്ങനെ തർക്കിച്ചും വാദിച്ചും പോകുമ്പോൾ യേശു കൂടെ ചേർന്ന് നടന്നു. നിങ്ങൾ ആ കോൺവെർസേഷനൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടം. നിങ്ങൾ സമയം കിട്ടുമ്പം ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 24:13 ഓൺവേർഡ്സ് ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഭയങ്കര പവർഫുള്ളാണ്. ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ ഈ സ്റ്റോറി വെച്ച് വേണം വായിക്കാൻ. വളരെ മനോഹരമാണ്. ഈ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ കർത്താവ് കൂടെ ചേർന്ന് നടന്നു. അവരുടെ സംശയങ്ങളൊക്കെ ഇങ്ങനെ കർത്താവ് നിവർത്തിച്ചു കൊടുത്തു. ഇനി കർത്താവ് ചെയ്തൊരു കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. അവർ പാർക്കുന്ന ഗ്രാമത്തിലെത്തിയപ്പോൾ കർത്താവ് മുമ്പോട്ട് പോകുന്നത് പോലെ കാണിച്ചു. അങ്ങനെ ഒരു വാക്യം ഉണ്ടോ അവിടെ ഇല്ലേ? ഒന്ന് വായിച്ചേ. എത്ര ആയിരുന്നത്? 28 പ്ലീസ് റീഡ്. അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അയ്യോ, അതുകൊണ്ട് നിങ്ങൾ ഉണ്ണാൻ വിളിച്ചപ്പോൾ ആദ്യം ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞേ. നിങ്ങൾ പിടി കിട്ടിയില്ല. നോക്കി ഈ വാക്യം വായിച്ചു നോക്കി എന്താ എഴുതിയേക്കുന്നത്. അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അതിന് കാരണമുണ്ട്. പോകാനല്ല, നീ ഒന്ന് വിളിക്കുമോന്നറിയാൻ വേണ്ടിയാ. ഇവിടെ ഇരുന്നൊന്ന് പറഞ്ഞേ, കർത്താവെ സന്ധ്യയാകുന്നു, കർത്താവ് ഇരുട്ടാകുന്നു, പ്ലീസ് കം ആൻഡ് സ്റ്റേ വിത്ത് മീ. എൻ്റെ കൂടെ വന്നൊന്ന് പാർക്കണേ നിനക്കൊന്ന് പറയാൻ പറ്റുമോ? കൂടെ പാർക്ക, നേരം വൈകുന്നിതാ, കൂരിൽ നേരുന്ന വേളകളിൽ എന്ന് നമ്മൾ 1000 പ്രാവശ്യം പാടിയതാണ്. ഇന്ന് രാവിലെ സമയം ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുമ്പോൾ കർത്താവിനോട് പറയണം, കർത്താവേ നീ ഞങ്ങളുടെ കൂടെ ഒന്ന് പാർക്കണം. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ നേരം വൈകുന്നെന്ന് പറയുവാൻ, എൻ്റെ ജീവിതത്തിൽ വേദനയേറുന്നെന്ന് വരുവാൻ, ആമേ കർത്താവേ നീ എൻ്റെ കൂടെ ഒന്ന് പാർക്കണമേ എന്നൊന്ന് പറയണം. എത്ര പേർക്ക് ഇത് ഇന്ന് പലകാലം മനസ്സിലാകുന്നുണ്ട്? വുഡ് യു പ്ലീസ് റേസ് യുവർ വോയിസ് ആൻഡ് സേ, ലോർഡ് സ്റ്റേ വിത്ത് മീ, ലോർഡ് സ്റ്റേ വിത്ത് മീ. കർത്താവേ നീ എൻ്റെ കൂടെ ഒന്ന് പാർക്കണേ, നീ എൻ്റെ വീട്ടിലേക്കൊന്ന് വരണേ എന്ന് പറയാൻ ഒന്ന് ശബ്ദം ഉയർത്തി ഒന്ന് പറഞ്ഞ ദൈവമക്കളെ, ഈ വചനം ഒന്ന് ജഡമെടുക്കട്ടെ, ഈ വചനം ഒന്ന് ജഡമെടുക്കട്ടെ. നിന്റെ വീട്ടിലേക്ക് യേശു വരും. അവിടെ പിശാചല്ല വസിക്കുന്നത്,
വാഴിക്കുന്നത്. അവിടെ പൈശാചിക ശക്തിയല്ല വാഴുന്നത്, യേശുവിന്റെ സാന്നിധ്യമാണ് അവിടെ വാഴുന്നത്. അടുത്ത വാക്യം നിങ്ങളൊന്ന് വായിച്ചേ. വേഴ്സ് 29 ആണെന്ന് തോന്നുന്നു. കർത്താവിനെ അവർ ക്ഷണിച്ചു. വേഴ്സ് 29. അവരോ ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. 30 അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ കണ്ടോ, എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് യേശു വേണമെങ്കിൽ ഭക്ഷിക്കാം, ഭക്ഷിച്ചില്ലേലും കുഴപ്പമില്ല. കർത്താവ് അവരുമായിട്ട് ഭക്ഷണത്തിന് ഇരിക്കുമ്പം നിങ്ങൾ നോക്കണം, ഇത് റിസറക്ഷൻ ഡേ തന്നെയാണ്. സെയിം ഡേ ഈവനിങ്ങിൽ സംഭവിക്കുന്ന കാര്യമാണ്. റിസറക്ഷൻ ഡേയിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശു ലാസ്റ്റ് സപ്പർ നടത്തിയപ്പോൾ ഈ 2 പേർ അവിടെ ഇല്ലായിരുന്നു, ഉറപ്പാ. കാരണം 12 ശിഷ്യന്മാർ മാത്രമേ ലാസ്റ്റ് സപ്പറിനുണ്ടായിരുന്നുള്ളൂ. ക്ലയോപ്പാസ് ആൻഡ് ഹിസ് വൈഫ് മേരി വാസ് നോട്ട് ദെയർ. ഓക്കെ, ഒരു ദൂത് പറയാൻ വേണ്ടിയാ, ഇവരില്ലായിരുന്നു, 12 പേരെ ഉള്ളായിരുന്നു. ഇനി കർത്താവ് ചെയ്തൊരു കാര്യം കേട്ടു. വേഴ്സ് 31. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ, ഈ വാക്യത്തിലോട്ടൊന്ന് നോക്കി, ഒന്ന് കണ്ണൊന്ന് ഹൃദയവും കൂടെ ഒന്ന് പതിച്ചേ. ഓ ഹല്ലേലൂയ. അവർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ യേശു അപ്പം കരങ്ങളിലെടുത്തു. നിങ്ങൾ നോക്കിക്കേ, യേശുവിൻ്റെ കയ്യിലിരിക്കുന്ന അപ്പം, സ്തോത്രം, ഇത് സാക്രമെൻ്റൽ അല്ല, ലോർഡ് സപ്പർ അല്ല. കാരണം 12 ശിഷ്യന്മാരുമായിട്ട് കർത്താവ് സാക്രമെൻ്റൽ മീൽ നടത്തിയപ്പോൾ ഇവരില്ലായിരുന്നു. അതല്ല, ഇത് ലിറ്ററലായിട്ട് ഇതൊരു ഓർഡിനറി ഒരു യഹൂദൻ്റെ വീട്ടിലെ ഡിന്നറാണ്. ആ അപ്പമാണ് കർത്താവ് കരങ്ങളെടുത്തത്. അടുത്തത് കേട്ടോ, യേശു എന്തെങ്കിലും കരമെടുത്താൽ, യേശു എന്തെങ്കിലും കരമെടുത്താൽ അവൻ അനുഗ്രഹിക്കാതിരിക്കത്തില്ല. സ്തോത്രം, എല്ലാവരും കേട്ടോണേ. സ്തോത്രം. ഇതിൻ്റെ യേശു എന്തെങ്കിലും കരമെടുത്താൽ അവൻ അനുഗ്രഹിക്കാതിരിക്കത്തില്ല. നിങ്ങൾ ഇതിനെ ഒരു വരയിട്ട് വെച്ചോ ഇതിനകത്ത്. നീ വിചാരിച്ചതൊരു ഓർഡിനറി മീലാന്നല്ലേ, നീ വിചാരിച്ചതൊരു സാക്രമെൻ്റൽ മീൽ അല്ലെന്ന്, നീ വിചാരിച്ചതൊരു പാസ് ഓവർ മീൽ അല്ലെന്ന്. പക്ഷെ ആത്മാവിൽ ഞാൻ ദൂത് പറയാം, ഇതൊരു ചെറിയ മീലാണെങ്കിലും യേശുവിൻ്റെ കരത്തിൽ വന്നാൽ അവൻ വാഴ്ത്താതിരിക്കത്തില്ല. ഹി ഈസ് ഗോയിങ് ടു ബ്ലെസ് ഇറ്റ്, ഹി ഈസ് ഗോയിങ് ടു ബ്ലെസ് ഇറ്റ്. ഇന്ന് പകലിൽ ആത്മാവിൽ നിങ്ങളൊന്ന് പറഞ്ഞേ, എന്നെ അവൻ്റെ കരത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ എന്നെ അനുഗ്രഹിക്കാതിരിക്കത്തില്ലെന്ന്. എത്ര പേർക്ക് ഉറക്കെന്ന് പറയാൻ പറ്റും? അവൻ എന്നെ അനുഗ്രഹിക്കാതിരിക്കയില്ലെന്ന് പറയാൻ കഴിയുന്ന ദൈവവൈദ്യൻ ഇന്ന് രാവിലെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. അതുകൊണ്ടല്ലേ നമ്മുടെ യങ്സ്റ്റേഴ്സിനെ ദൈവം കരങ്ങളെടുത്ത് വാഴ്ത്തുന്നത്. നിങ്ങൾക്ക് ദൂത് പിടികിട്ടുന്നില്ല, നിങ്ങൾ ഇപ്പോഴും അപ്പത്തിന്റെ പുറകിലായിരിക്കുന്നത്. അപ്പത്തിന്റെ കാര്യമല്ല ദൈവമക്കളെ പറയുന്നത്, നമ്മുടെ കാര്യമാണ് പറയുന്നത്, നമ്മുടെ ജനറേഷന്റെ കാര്യമാണ് പറയുന്നത്, നമ്മുടെ സ്പിരിച്വൽ മാറ്റേഴ്സ് പറയുന്നത്. If he takes something in your in his hand, he will bless it. ഇനി നിങ്ങൾ നോക്കിക്കേ, വേഴ്സ് 31 ആണെന്ന് തോന്നുന്നു. നെക്സ്റ്റ് വേഴ്സ് ഒന്ന് കേട്ടെ. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. മതി. ഉടനെ നിർത്തുക. ഉടനെ എങ്ങനാ? അപ്പൊ സംതിങ് ഹാപ്പൻഡ് ഇൻ ബിറ്റ്വീൻ. ഇടയിൽ എന്തോ ഒന്ന് സംഭവിച്ചു. ഐ ഡു നോട്ട് നോ, എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ വായിച്ച് അങ്ങ് കൊഴയായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പം കരങ്ങളെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്നു. എന്തായിരിക്കാം സംഭവിച്ചത്? ആരും ഉത്തരം പറയണ്ട, നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞാൽ മതി. വാട്ട് ഹാപ്പൻഡ്? എന്താ സംഭവിച്ചത്? ഞാൻ 2-3 ആൻസർ പറയാം, പിന്നെ നിങ്ങൾക്ക് പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്ന നിങ്ങൾ അങ്ങ് ചെറിഷ് ചെയ്തു. 1, സ്തോത്രം, ഈ ഞാനൊരു സാധനം എൻ്റെ കയ്യിൽ ഇങ്ങനെ പൊക്കിയാൽ, നിങ്ങൾ നോക്കിയേ, ഏത് ദിവസം ആയിക്കോട്ടെ, ഈ കാര്യം ഇങ്ങനെ പൊക്കിയാൽ നിങ്ങൾക്ക് ഈ വസ്തുതയും കാണാം, എൻ്റെ കൈയും കാണാം. ഞാൻ കരുതുന്നത് പറയാം. ഈ 2 പേര് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അപ്പമുയർത്തുന്ന കൈയിൽ ഒരു ആണിപ്പാടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇനിയും പ്രൂഫ് വേണ്ട. ഈ അപ്പം ഉയർത്തുന്ന കരങ്ങളിൽ 2 ആണിപ്പാട് അവർ കണ്ടു. എന്താ തെളിവ്? അടുത്ത ഏതാനും മിനിറ്റ് കഴിഞ്ഞ് ശിഷ്യന്മാരുടെ നടുവിൽ ചെന്ന് നിന്നപ്പോൾ കർത്താവ് അത് പ്രൂഫായിട്ട് പറഞ്ഞു, ഇല്ലേ, നിങ്ങൾ എൻ്റെ ആണിപ്പാടുള്ള കൈ കാണുന്നു.
8 ദിവസം കഴിഞ്ഞ് തോമസിന് പ്രത്യക്ഷമാകുമ്പോഴും പറഞ്ഞു, കുഞ്ഞെ നിനക്ക് കാണാൻ മാത്രം പോരാങ്കിൽ ഈ ആണിപ്പാടി നിന്റെ വിരലൊന്നിട്ടോളാൻ. ഇന്ന് പകലിൽ ആണിപ്പാടുള്ള കരുവുമായി യേശു ഹോളിനകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇനി ഒരു പ്രൂഫും നമുക്ക് വേണ്ട ദൈവത്തിലെ, ഇനി നമുക്ക് ഒരു പ്രൂഫും വേണ്ട. നമുക്ക് നമ്മുടെ കണ്ണ് തുറന്നത് ആ ക്രൂശിന്റെ ചുവട്ടിലാണ്. നമ്മുടെ കണ്ണ് തുറന്നത് ആണിപ്പാടുകളിലാണ്. ഈ വെളിപ്പാട് ലഭിച്ച എത്ര ദൈവമക്കൾ ഇന്ന് പകലിൽ ഇവിടെ ഉണ്ട്. ചുമ്മാ അതൊന്നും സ്തുതിക്കരുത്, ചുമ്മാ അതൊന്നും സ്തോത്രം പറയരുത്. ഈ റെവലേഷൻ കിട്ടിയ ദൈവവൈതൽ ഇന്ന് രാവിലെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഞാൻ ഇന്ന് കാണുന്നത് അപ്പമല്ല, അതിനപ്പുറത്ത് ആണിപ്പാടുള്ള കരം. എല്ലാവരും കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഞാൻ മുമ്പേ കയ്യിലെടുത്തെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ സ്തോത്രം പറഞ്ഞു. മറക്കരുത്, ആണിപ്പാടുള്ള കയ്യിലാണ് അവൻ നിന്നെ എടുക്കുന്നത്. നിരോഗിയായി ഭാരപ്പെടുന്നെങ്കിൽ യേശു നിന്നോട് പറഞ്ഞു, കുഞ്ഞെ നിന്റെ അവന്റെ ആണിപ്പാടുള്ള കരത്തിലാണ് നിന്നെ എടുക്കുന്നത്. നീ 100 പ്രാവശ്യം പറഞ്ഞു അവന്റെ അടിപ്പിണറുകളാ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നെന്ന്. അടിപ്പിണരുള്ള കയ്യിലാ നീ ഇരിക്കുന്നത്. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചേ. ഈ ഹോളിനകത്തൊരു ആത്മവ്യാപാരം ഉണ്ടാകട്ടെ. ഈ ഹോളിനകത്തൊരു ദൈവശക്തി വ്യാപരിക്കട്ടെ. ഈ ഹോളിനകത്തൊരു വിടുതൽ വ്യാപരിക്കട്ടെ. ആമേൻ. ഈ ഹോളിനകത്തൊരു അഭിഷേകം വ്യാപരിക്കട്ടെ. ഈ ഹോളിനകത്തൊരു ആത്മനിറവ് വ്യാപരിക്കട്ടെ. ഇന്ന് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ദൈവം ഒരു പരിഹാരം തരുന്ന ദിവസമാകട്ടെ. അവിടെ കൊണ്ട് നിർത്താൻ പറ്റത്തില്ല. 2, എന്താ അവരുടെ കണ്ണ് തുറന്നത്? എൻ്റെ മറുപടി, ഇറ്റ് വാസ് ഹിസ് യുണീക്ക് വേ ഓഫ് ബ്ലെസ്സിങ് ബ്രെഡ്. ഇത് കർത്താവിൻ്റെ തനതായ ശൈലിയാണ്. നിങ്ങൾ നോക്കിക്കേ, പണ്ട് ഒരു കൊച്ചൻ്റെ കയ്യിലിരുന്ന് 5 അപ്പം കൊണ്ട് കൊടുത്തപ്പോൾ കർത്താവ് ഇതല്ലേ ചെയ്തത്? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അപ്പം കരങ്ങളിലെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി നുറുക്കി. ദിസ് വാസ് ദ യുണീക്ക് വേ ഓഫ് ജീസസ് ടു ബ്ലെസ് ദ ബ്രെഡ്. ഹല്ലേലൂയ. അത് കർത്താവിൻ്റെ തനതായ വഴിയാ. ഇന്ന് രാവിലെ സമയം എല്ലാറ്റിനുപരിയായി ഒരു വാക്യം വായിച്ചു കേൾപ്പിക്കാം. ഐസിയ 45:15. ഐ തിങ്ക് ഐസിയ 45:15 നിങ്ങളൊന്ന് വായിച്ചേ. ഐസിയ 45:15. ഐസിയ 45:15. ട്രൂലി, നിങ്ങളൊന്ന് കേട്ടെ. ട്രൂലി you are God that hides himself. നീ ആരാണെന്നറിയാവോ? മലയാളത്തിൽ എഴുതി, ഇസ്രായേലിന്റെ ദൈവം രക്ഷിതാമായുള്ളവൻ നീ. ചിലപ്പോഴൊക്കെ നമ്മുടെ കണ്ണിന് മറഞ്ഞിരുന്നാലും അവൻ മറഞ്ഞിരിക്കുന്നില്ല. നിങ്ങൾക്ക് ദൂത് പിടികിട്ടിയില്ല. നിങ്ങൾ ആ വാക്യം ഒന്ന് കേട്ടേ. സ്തോത്രം. ട്രൂലി യു ആർ എ ഗോഡ് ഹൈഡ്സ് ഹിംസെൽഫ്. നീ കരഞ്ഞപ്പോൾ, നീ പ്രാർത്ഥിച്ചപ്പോൾ, നീ രോഗിയായിരുന്നപ്പോൾ നീ പറഞ്ഞു, കർത്താവേ നീ മറഞ്ഞിരിക്കുകയാണെന്ന്. കർത്താവ് പറഞ്ഞു, ഞാൻ മറഞ്ഞതല്ല, നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുക. 1 സെക്കൻഡ് കൊണ്ട് ഇത് വെളിപ്പെട്ട് വരും. ഇത് വെളിപ്പെട്ട് വരും. ദൈവം നിന്റെ കണ്ണ് തുറക്കും. ഇന്ന് പകൽ ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണ് തുറക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഈ ഹോളിനകത്തുണ്ട്? ദൈവം എൻ്റെ കണ്ണ് തുറക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിലൊന്ന് സന്തോഷിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ആത്മാവിലൊന്ന് ദൈവമക്കൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ആത്മാവിലങ്ങ് സന്തോഷിക്കണം. റിസീവ് ഇറ്റ് ബൈ ഫെയ്ത്ത്. റിസീവ് ഇറ്റ് ബൈ ഫെയ്ത്ത്. സംടൈംസ് ഐ മേ സേ ദാറ്റ് ലോർഡ് യു ആർ ഹൈഡ് യുവർസെൽഫ് ഫ്രം our problems, from our sufferings, from our tough situations, but this morning I know that you are going to reveal yourself before our eyes. നീ നിന്നെ തന്നെ ഞങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ വെളിപ്പെടുത്താൻ പോകുകയാ. സ്തോത്രം. ഞാൻ അവസാനിപ്പിക്കാം. ഇവന്റെ പേരെന്താണെന്നറിയാവോ? ബിലവഡ്. സ്തോത്രം. പ്രിയനായവൻ. നിങ്ങളൊന്ന് പറഞ്ഞേ. ഒരു മാധുര്യമില്ല ദൈവമക്കളെ അതിലെ. ഇംഗ്ലീഷിൽ പറഞ്ഞു, ബിലവഡ് എന്ന് പറഞ്ഞു. പ്രിയനായവൻ. ഇനി നമ്മുടെ വാക്യത്തിലോട്ട് വന്നേ. മരുഭൂമിയിൽ നിന്ന് പ്രിയന്റെ മേൽ ചാരി വരുന്നു. മരുഭൂമി എന്താന്ന് മനസ്സിലായി, പ്രിയൻ എന്താന്ന് മനസ്സിലായി, ചാരുന്ന എന്താന്ന് മനസ്സിലായി. ഇവളാരാന്നല്ലേ അറിയണ്ടേ? അല്ലേ? ഇവളാരാന്നല്ലേ അറിയണ്ടേ? സ്തോത്രം. നിങ്ങളൊന്ന് കേട്ടോ. തിരുവഴുത്തിലെ ഇവളെക്കുറിച്ച് പറയുന്ന 3-ാം അധ്യായം 6-7 വാക്യം. മൂറും കുന്തുരുക്കവും കൊണ്ട് കച്ചവടക്കാരന്റെ സകലവിധ സുഗന്ധ ചൂർണങ്ങൾ കൊണ്ടും
പരിമളപ്പെട്ടിരിക്കുന്ന പുകത്തൂൺ പോലെ ഒരു മരുഭൂമിയിൽ നിന്ന് കയറി വരുന്നോരിവൾ ആർ. സ്തോത്രം. ഇത് വേറെ ആരുമല്ല, വ്യാഖ്യാനിക്കാൻ സമയമെടുക്കുന്നില്ല. ഇതാണ് ദൈവത്തിൻ്റെ സഭ. അതാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. ഇനി ഞാൻ ദൈവമക്കളോട് പറയട്ടെ, ഷീ ലീൻഡ് ബിക്കോസ് ഷീ വാസ് വീക്ക് ആൻഡ് നീഡഡ് സ്ട്രെങ്ത്. എന്തിനാ അവൾ മരുഭൂമിയിൽ ചാരിയത്? അവൾ ഒത്തിരി വീക്കാ, നടന്ന് കയറാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് അവൾ ചാരിയത്. ഷീ ലീൻഡ് ബിക്കോസ് ദ വേ വാസ് ടൂ ലോങ്. എന്താ അവൾ മരുഭൂമിയിൽ പ്രിയൻ്റെ മേൽ ചാരിയിരുന്നത്? ഈ യാത്ര വളരെ ദൂരമാണ്. നമ്മളൊരു1000 പ്രാവശ്യം പാടി, യാത്രയെന്നു തീരുമോ ധരിത്രിയിൽ, അന്ത്യനാളത് എത്ര ദൂരമാകുമോ, യാത്രയെന്നു തീരുമോ എൻ്റെ രക്ഷക, വാഞ്ചേറിടുന്നു നിന്റെ നാടിനായി. ക്ഷിപ്രമാമി ജീവിതം കഴിഞ്ഞു പോവും, നിത്യജീവിതം നമുക്ക് ലഭ്യമേ. ആയുസ്സിൻ്റെ നാൾ മുഴുവൻ എപ്പോഴും പാടിടും നിൻ മഹത്വമേഴ ഞാൻ. ഇന്ന് പകലും നമ്മുടെ പാട്ടതായിരിക്കട്ടെ. കാരണം ഈ വഴി ഇച്ചിരൂടെ നമ്മൾ നടക്കാനുണ്ട്, ഒരല്പം കൂടെ നമുക്ക് പോകാനുണ്ട്. എനിക്കറിയത്തില്ല ഇനി എനിക്ക് എത്ര നാൾ നടക്കണമെന്ന് എനിക്കറിയത്തില്ല, ഇനി എത്ര നാൾ എനിക്ക് ഈ മരുഭൂമി ഉണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, യാത്ര തീരും, യാത്ര തീരും, യാത്ര തീരും. ഇന്ന് നീ പ്രിയൻ്റെ മേൽ ചാരിയിരിക്കുക. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് സ്തോത്രം പറഞ്ഞേ. ഇന്ന് നീ പ്രിയൻ്റെ മേൽ ചാരിയിരിക്കുക. 50 വയസ്സുള്ളവരും 80 വയസ്സുള്ളവരും യാത്ര തീർത്ത് പോകുന്നില്ലേ ദൈവമക്കളെ? യാത്ര തീർന്നു പോകുന്നില്ലേ ദൈവമക്കളെ? ഹല്ലേലൂയ, ആമേൻ. എൻ്റെ സന്തോഷം ഞാൻ പറയാം, എപ്പോൾ പോയാലും നമുക്ക് സന്തോഷമാ. ഇന്ന് ഞാൻ പ്രിയന്റെ മേൽ ചാരിയാണ് നിൽക്കുന്നതെങ്കിൽ എനിക്കൊരു പ്രത്യാശയ്ക്ക് വകയുണ്ട്. ഹല്ലേലൂയ. She leaned because the way was perilous. ഭയങ്കര ദുർഘട സമയമായതുകൊണ്ടാണ് അവൾ ഈ പ്രിയന്റെ മേൽ ചാരി നിൽക്കുന്നത്. She leaned because the path was ascending, giving higher and higher. അവൾ ചാരാനൊരു കാരണമുണ്ട്. ഇതും അടിവെച്ച് കയറുന്ന ഒരു വലിയ കയറ്റമാണ്. She leaned because her progress took her more and more away from others and more closer to her beloved one side. മറ്റുള്ളവരിൽ നിന്ന് തന്നെ കൂടുതൽ അകറ്റുകയും തൻ്റെ പ്രിയനോട് തന്നെ കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യുന്നു. She leaned because she was sure that her beloved was strong enough to carry her. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത്. സ്തോത്രം. അവൾ ചാരാനൊരു കാര്യമുണ്ട്. അവളോട് നമുക്ക് ചോദിക്കാം. ഞാൻ മുമ്പൊരിക്കൽ ഒരു കഥ പോലെ പറഞ്ഞതാണ്. കർത്താവരദാസനും ഉണ്ണുണ്ണി സാറും TG ഉമ്മനപ്പച്ചനും മറ്റൊരാൾ കൂടെ ഒരു യോഗത്തിന് പോയി, ഒരു വീട്ടിൽ യോഗത്തിന് പോയി. യോഗം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവരങ്ങോട്ട് കയറിപ്പോയ തോട് പെട്ടെന്ന് മഴ പെയ്ത് വെള്ളം പൊങ്ങി, ഇപ്പുറത്തോട്ട് കയറാൻ മാർഗ്ഗമില്ല. അപ്പോൾ കൂടെ വന്ന ആളപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച ഞാൻ അപ്പച്ചനെ എടുത്തപ്പുറത്തുണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പച്ചൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. TG ഉമ്മനപ്പച്ചൻ പറഞ്ഞു, സാറിനെ ഞാൻ എടുത്തോളാം, ഞാൻ എടുത്തപ്പുറത്ത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. TG ഉമ്മനപ്പച്ചൻ അദ്ദേഹത്തെ ചുമ്മി ഇപ്പുറത്തും ഉണ്ടാക്കിയെന്നാണ് കഥ. ഇപ്പുറത്ത് വന്നിട്ട് മറ്റേ പുള്ളി ചോദിച്ചു, സാറേ ഞാൻ പറഞ്ഞിട്ട് എന്താ സാറ് സമ്മതിക്കാൻ എന്ന് ചോദിച്ചു. എടാ നിന്നെ കണ്ടപ്പോഴേ എനിക്കറിയാം നീയും ഞാനും കൂടെ വെള്ളത്തിൽ പോവും. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് നിന്നോട് എടുക്കണ്ട എന്ന് പറഞ്ഞത്. എൻ്റെ കർത്താവ് ശക്തനാണ്. എൻ്റെ കർത്താവ് ശക്തനാണ്, ആരിലും അവൻ വലിയതാണ്. എനിക്കങ്ങ് ഭയങ്കര സന്തോഷം തോന്നി. ഈ പാട്ടിനി പിന്നെ അങ്ങ് പാടിയാൽ എന്താന്ന്, കൃപേ കൃപേ ഇന്ന് നമ്മൾ പാടിയല്ലോ. കൃപേ കൃപേ എന്ന് പാടി നമ്മളങ്ങ് കർത്താവിനെ സ്തുതിക്കണം. കാരണം കഞ്ഞെ ആര് കൈവിട്ടാലും യേശു നിന്നെ കൈവിടത്തില്ല. നിന്റെ വാലം കൈക്ക് പിടിക്കുന്ന യേശു ഇന്ന് പകലിൽ ഹോളി വന്നിട്ട് നിന്റെ കയ്യെ പിടിച്ചിട്ട് നിന്നോട് പറയുകയാണ്, നിന്റെ ഭർത്താവിനേക്കാൾ, നിന്റെ ഭാര്യയേക്കാൾ, നിന്റെ അപ്പനേക്കാൾ, നിന്റെ അമ്മയേക്കാൾ എൻ്റെ കൈ നിന്നെ പിടിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവവൈതൽ ഒരു നിമിഷം ആദരം തുറന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ച്. ചാരുവാൻ കൊള്ളാകുന്നവൻ ഒരുവനുണ്ട്, വാരുവാൻ കൊള്ളാകുന്നവൻ ഒരുവനുണ്ട്. ഹല്ലേലൂയ. ചാരുവാൻ കൊള്ളാകുന്നവൻ ഒരുവനുണ്ട്. മനോഹരമായൊരു ആമേൻ സ്തോത്രം. ആമേൻ. ദൈവദാസനെ കുറിച്ച് പുതിയ നിയമത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ജോൺ. ആമേൻ. ഹി വാസ് ദ ഫേവററ്റ് ബിലവഡ് ഡിസൈപ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആമേൻ. ജോണിനെ കുറിച്ച് ബൈബിൾ പറയുന്ന പ്രത്യേകത എന്താണെന്നറിയാമോ? ഹി വാസ് ലീനിങ് ഓൺ ദ ബോസം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ മാറോട് ചാരിയിരിക്കുകയായിരുന്നു. ആമേൻ. ഞാൻ യോഹന്നാനെ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്തു. അതിന് കാരണം ഞാൻ പറയാം, യോഹന്നാനെ യേശുവിന്റെ മാറോട് ചാരിയിരുന്ന അങ്ങക്ക് എന്ത് കിട്ടി? അദ്ദേഹം പറയും, കുറെ കഴിഞ്ഞപ്പോൾ തിളച്ച എണ്ണ കിട്ടി. കുറെ കഴിഞ്ഞപ്പോൾ പത്മോസ് എന്ന ഐലൻഡിലേക്ക് ഞാൻ പോയി. സാരമില്ല, ചാരി ഇരുന്നത് കൊണ്ട് ഇന്ന് എനിക്ക് വെളിപ്പാട് കിട്ടി. ഇല്ല, നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. എണ്ണയിൽ വീണതൊക്കെ അവിടെ കിടക്കട്ടെ ദൈവം ഇതിലെ, പത്മോസി പോയതൊക്കെ അവിടെ കിടക്കട്ടെ ദൈവം ഇതിലെ. മറ്റ് പല ശിഷ്യന്മാരും കാണാത്ത വെളിപ്പാട് എനിക്ക് കാണാൻ കഴിഞ്ഞത്.
സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എനിക്കിനി ഒരു എക്സാമ്പിളൊക്കെ കാണിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും എക്സാമ്പിളിന് ജെർണിയാണ് വിളിക്കുന്നത്. മോൻ ഇങ്ങോട്ട് വന്നേ. സ്തോത്രം. ഒൺലി ഫോർ എക്സാമ്പിൾ. ഓക്കെ, ഞാൻ യോഹന്നാൻ അപ്പോസ്തലൻ യേശുവിൻ്റെ മാറോടി ചാരിയിരിക്കുന്ന ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ പോവാം. സൗകര്യമാരെന്ന് പറഞ്ഞാൽ ഹാർട്ട് ലെഫ്റ്റിലാണോ റൈറ്റിലാണോ? ആൻറ്റി എവിടാ? ആൻറ്റി പറഞ്ഞാൽ ഞാൻ ഉറപ്പാകും ലെഫ്റ്റിലല്ലേ. ഓക്കെ, മാറോടി ചാരിയിരിക്കുന്ന ഇങ്ങനെയാണെന്നിരിക്കട്ടെ. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ഈ ഹൃദയത്തിൻ്റെ ഇടിപ്പ് എൻ്റെ കാതി കേൾക്കാം. താങ്ക് യു. നിങ്ങൾക്ക് ദൂത് പിടി കിട്ടിയോ? യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് നിന്റെ കാതി കേൾക്കാവെന്ന്. മാറോടി ചാരിയിരുന്നാലുള്ള ഗുണവതാ. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ യേശുവിൻ്റെ മാറോടി ചാരിയിരുന്ന ദൈവവൈതലേ, നിനക്ക് അവൻ്റെ ഇടിപ്പ് കേൾക്കാം. അവൻ്റെ ഹൃദയം സ്പന്ദിക്കുന്നുണ്ടെങ്കിൽ ആമേൻ, സ്തോത്രം. എൻ്റെ കയ്യിൽ ഒരു വാച്ചുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ ഹെൽത്ത് എന്ന് പറഞ്ഞ കോളത്തിൽ പോയി അതിനകത്ത് BPM എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. BPM എന്ന് പറഞ്ഞൊരു സംഭവം. ആമേൻ, സ്തോത്രം. ബി പെർ മിനിറ്റ് എന്ന് മറ്റോ അല്ലേ? ബി പെർ മിനിറ്റ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഞെക്കി നോക്കും അടിക്കുന്നുണ്ടോ എന്ന്. ഹല്ലേലൂയ. ഒരാൾ മാറോടി ചാരിയിരുന്നാൽ അതിൻ്റെ അർത്ഥം എത്ര ബീറ്റ് ചെയ്യുന്നുണ്ടെന്ന് ആളിനറിയാം. രാവിലെ കണ്ണൊന്നടച്ച് തലയൊന്ന് ഉണക്കിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ വേദനയിൽ യേശു പറയുകയാണ്. ആമേൻ, നിന്റെ വേദനയിൽ യേശു പറയുകയാണ്. ആമേൻ, ഞാൻ നിന്നെ ആമേൻ എൻ്റെ കൈകളിൽ വഹിക്കുകയാണ്. ഞാൻ മനോഹരമായൊരു പാട്ടുണ്ട്. വാട്ട് എ ഫെലോഷിപ്പ്, വാട്ട് എ ജോയ് ഡിവൈൻ, ലീനിങ് ഓൺ ദി എവർലാസ്റ്റിംഗ് ആംസ്. വാട്ട് എ ബ്ലെസ്സഡ്നെസ്, വാട്ട് എ പീസ് ഈസ് മൈൻ, ലീനിങ് ഓൺ ദി എവർലാസ്റ്റിംഗ് ആം. ലീനിങ് സേഫ് ആൻഡ് സെക്യൂർ ഫ്രം ഓൾ alarms. Leaning on the everlasting arms. Oh, how sweet to walk in this pilgrim way, leaning on the everlasting arm. Oh, how bright to path grows from day to day, leaning on the everlasting arm. Leaning safe and secure from all alarms, leaning on the everlasting arms. Thank you, Jesus. കണ്ണുകൾ അടയ്ക്കാം. You are coming from the wilderness, but leaning upon the beloved, that is Jesus Christ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ച് എല്ലാവരും കർത്താവിനോടൊന്ന് പറഞ്ഞ്, യേശുവേ വേദനകൾ സാരമില്ല, യേശുവേ സങ്കടങ്ങൾ സാരമില്ല, യേശുവേ കണ്ണുനീര് സാരമില്ല. ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകസ്ഥാപനം മുൻ ജീവനെ തന്നല്ലോ, ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ. എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വീളിയ. എല്ലാവരും ചേർന്ന് പാടിയാട്ടെ. ഓ എന്നെയും യോഗ്യന എണ്ണിയ സ്നേഹം. ഓ ഹല്ലേലൂയ. എണ്ണിയ സ്നേഹം യേശുവിൻ സ്നേഹത്താ എന്നുള്ളം പൊങ്ങും നേ. യേശുവിൻ സ്നേഹത്താ തൻ സ്നേഹമാധുര്യം ചിന്താതീതാമത്രേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതാ. ആയത്ര ആഴമേ യേശുവിൻ സ്നേഹമേ, ആയത്ര അതിനേക്കാൾ വലിയൊരു സ്നേഹമില്ല ദൈവവൈതലേ. ജീവിത ഭാഗ്യമേ ആയതിൻ ധ്യാനമേ, ജീവിത ഭാഗ്യമേ യേശുവിൻ സ്നേഹ. തൻ സ്നേഹമാധുര്യം. Dear children of God, this morning we are going to participate from the Lord's table. This bread speaks about the broken body of our Lord Jesus Christ.
And this cup speaks about the blood that shed on the cross for our sins. We've been worshiping the Lord, offering our praises before God, listening from the word of God, singing along with our choir this morning. Amen. We know that the powerful presence of God is here. But now we are going to participate from the Lord's table. This is one of the prime parts of New Testament worship service. The first century's saints, they gathered together to break the bread. That's what the word of God says. The first day of every week, they will gather together to worship the Lord. In their worship service, they had the powerful service of the Lord's Supper. This morning we are going to participate from the Lord's table. This speaks about the crucifixion, the sufferings, the death, and the resurrection. Not only that, the second coming of our Lord Jesus Christ, the one who died on the cross for our sins, the one who came into this world and died on the cross for the sins of mankind. This morning we know that He is not a dead God. Hallelujah. He rose again. He is not here. He has risen. That's what the word of God says. Now we know that He is seated on the right hand of the Heavenly Father and interceding for His saints. We have a greatest hope in our hearts that soon and very soon our Lord Jesus Christ is going to appear a second time for all those who are eagerly waiting for Him. Are you ready to meet your Lord? Are you prepared to meet your Lord? Now we are going to read 1 Corinthians chapter 11 verses 23 onwards. കർത്താവിന്റെ ദാസൻ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ എല്ലാവരും തങ്ങളെ തന്നെ പരിശോധിക്കുകയും ക്രൂശിനെ ധ്യാനിക്കുകയും ചെയ്യാം. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവഹിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടു കൂടി ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. Dear children of God, first of all we need to remember the sufferings of our Lord Jesus Christ, and at the same time it is our responsibility to examine our life. If we participate from the Lord's table in an unworthy manner, we will be guilty of the body and blood of the Lord. Bible says if we say that we have no sin, we deceive ourselves and truth is not in us. But if we confess our sins, the blood of Jesus Christ will cleanse us from all our iniquities. Once again, let's look unto the face of our Lord Jesus Christ and ask for a cleansing in this morning. Lord, cleanse me with thy precious blood. I need a cleansing in my life to partake from the holy table. ഇന്ന് ഈ വിശുദ്ധ മേശയിൽ നിന്ന് പങ്കെടുക്കുവാൻ എനിക്കൊരു ശുദ്ധീകരണം വേണമെന്ന് നമുക്ക് ദൈവത്തോട് പറയാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങൾ കർത്താവേ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ ആരംഭ സമയം മുതൽ ഞങ്ങൾക്ക് അങ്ങയുടെ സാന്നിധ്യം അനുഭവിപ്പാൻ തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നീ ആരാണെന്ന് ഇന്ന് രാവിലെ ഞങ്ങൾക്ക് കേൾപ്പാനും അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കുവാനിടയാക്കിയതിനായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ഇന്നേക്ക് 2000 വർഷം മുമ്പ് സ്വർഗ മഹിമകളെ വെടിഞ്ഞ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നു. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ വസിക്കുന്ന കർത്താവേ, അങ്ങയുടെ മരണത്തെ ഓർക്കുന്ന ഈ മേശയുടെ മുമ്പിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ യേശു ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടു. ഞങ്ങളുടെ യേശുവിൻ്റെ മുഖം വിരൂപമായി തീർന്നു. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപമായി തീർന്നു.
ഞങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്ന് പകൽക്കാലം അതിനെ ഓർത്തുകൊണ്ട് ഇതിൽ പങ്കുകൊള്ളുവാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവിടുന്ന് ഇടയാക്കണമേ. വിശുദ്ധിയോടെ ഇതിൽ പങ്കാളികളായി തീരുവാൻ ഇടയാക്കണമേ. മേശയെ ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ ഭൃത്യനെ നീ അധികാരപ്പെടുത്തണമേ. നിൻ്റെ അണിപ്പാളിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. നീ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen, 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 amen. Let's pray for the blessing of this bread. Gracious Lord, Heavenly Father, we thy children all together, we come to thee, God. Thank you for your powerful presence in our midst in this morning. Thank you for giving us the opportunity to participate from the Lord's table. Lord, we submit this bread in thy mighty hand. Help us to remember the broken body of our Lord Jesus Christ. Help us to remember the sufferings of our Lord Jesus Christ. This morning we submit and surrender our life before thy presence for thy glory and for thy kingdom. Once again, thank you for giving us the grace, each and every moment of our life. Once again, we submit this bread in thy mighty hand. Bless those who are participating from this table and bless those who are ministering from this table as well, God. In Jesus' precious name we pray. Amen. Jesus Christ, on the same night in which he was betrayed, took bread, and when he had given thanks, praise God, broke it and gave it to them. Take, eat, this is my body which is broken for you. Do this in remembrance of me. Dear children of God, 2000 years ago, Jesus Christ, the Son of God, died on the cross for the sins of mankind. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർ കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർ കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. കാൽവരി മലമേൽ നോക്കു നീ, കാൽവരി മലമേൽ നോക്കു നീ, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. ധ്യാനപീഠമതിൽ കയറി, ധ്യാനപീഠമതിൽ കയറി, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക. തള്ളുക നിന്റെ പാപമെല്ലാം, തള്ളുക നിന്റെ പാപമെല്ലാം. കള്ളമേതും നീനക്കേണ്ട നിന്നുള്ളിൽ നീ, കള്ളമേതും നീനക്കേണ്ട നിൻ ഉള്ളിൽ നീ. Dear children of God, one more time, let's remember the sufferings of our Lord Jesus Christ and participate from this bread. Father, in the name of Jesus, we thy children all together come to thy presence and draw near to the throne of grace, and we look unto thy face, O God. Thank you for the precious blood of Jesus Christ that shed on the cross for the sins of mankind. Thank you for paying the price and purchasing us and redeeming us from our sins. Thank you for the eternal life that you have given us, O God. One more time, we give you glory and we give you honor and we worship you, God. We bow down before you, God, to worship you. This morning, thank you, Lord. Thank you, Lord. Thank you for your presence, God. We, submit this cup in thy mighty hand. Bless this and give to us, God. Bless those who are ministering from this table and bless those who are participating from this table as well, God. In Jesus' precious name we pray. Amen. Jesus Christ, on the same night in which he was betrayed, took bread. When he had given thanks and he gave it to them, take, participate from it. This is the blood that shed on the cross for the sins of mankind. Do this in remembrance of me. I'm forgiven because you were forsaken. I'm accepted, you were condemned. And I'm alive and well, your spirit is
because you died and rose again. Amazing love, how can it be that you, my King, would die for me? Amazing love, I know it's true, and it's my joy to honor you. In all I do, I honor you. And I'm forgiven because you were forsaken. I'm accepted and you were condemned. And I'm alive and well, your spirit is within me, because you died and rose again. Amazing love, how can it be that you, my King, would die for me? Amazing love, I know it's true, and it's my joy to honor you. In all I do, I honor you. Dear saints of God, one more time, let's remember the sufferings of our Lord Jesus Christ and participate from this cup. കണ്ണുകളെ ദൈവസനിൽ അടയ്ക്കാം, തലകളെ ദൈവസന് വണക്കാം. കർത്താവിന് തിരുമുമ്പിൽ ഇന്ന് രാവിലെ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. What a beautiful day it is. Being the presence of God is the greatest blessing in our life. God enable us to participate from the Lord's table one more time. We know that soon and very soon our Lord Jesus Christ is going to appear a second time for all those who are eagerly waiting for him. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകുന്നു. യേശുവിൻ്റെ വരവിനെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഈ ദിവസങ്ങളിൽ ഒന്നിൽ നമ്മുടെ യാത്ര തീരും. ഈ മരുഭൂ യാത്രയ്ക്ക് ഒരു അന്ത്യമുണ്ടാകും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്നവരായ നാം, ഇന്ന് ഈ ഹോളിൽ ഇരിക്കുന്ന നാം, അവരോടൊരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഒരു നിമിഷം കർത്താവിനൊന്നും നന്ദി പറഞ്ഞേ. ഇത്രയും ശബ്ദമേ ഉള്ളൂ നമുക്ക്. ഒന്ന് നന്ദി പറഞ്ഞേ ദൈവമക്കളെ. എൻ്റെ മരുഭൂമിയിൽ ചാരുവാൻ ഒരു യേശു ഉണ്ടായിരുന്നു. എൻ്റെ വേദനയിൽ ചാരുവാൻ എനിക്കൊരു യേശു ഉണ്ടായിരുന്നു. എൻ്റെ സങ്കടത്തിൽ ചാരുവാൻ ഒരു യേശു എനിക്കുണ്ട്. ഞാൻ അനാഥനല്ലെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. ഞാൻ ഏകയല്ലെന്നൊന്ന് പറഞ്ഞേ. ഞാൻ ഏകനല്ലെന്നൊന്ന് പറഞ്ഞേ. I know that I have somebody. I'm to lean upon. എനിക്ക് ചാരുവാൻ ഒരു വ്യക്തിയുണ്ട്. വിശ്വസിക്കുന്ന ദൈവവൈതൽ കണ്ണുകളൊന്ന് നനയുന്ന പകലായി തീരട്ടെ. ലോകം നിന്നെ കൈവിട്ട ഒരു നിമിഷമില്ലേ കുഞ്ഞേ? ആരും നിന്നെ സഹായിക്കില്ലെന്ന് പറഞ്ഞൊരു സമയമില്ലേ? എല്ലാവരും ഭൂമിയിൽ കണ്ടും കാണാതെയും പോയൊരു നിമിഷമില്ലേ? അടുത്ത കാഴ്ചയൂടെ എങ്ങനെ വെക്കുമെന്ന് ഓർത്ത് നീ ഭാരപ്പെട്ട നിമിഷത്തിൽ അറിയാത്തൊരു സാന്നിധ്യം ഇറങ്ങി വന്നില്ലേ? അറിയാത്ത യേശു നിനക്ക് വേണ്ടി ഇറങ്ങി വന്നില്ലേ? ഇവിടം വരെ നിന്നെ അവൻ കൊണ്ടുവന്നില്ലേ? ഒന്ന് നന്ദി പറഞ്ഞേ. ഇന്ന് വരെ അവൻ നിന്നെ കൊണ്ടുവന്നില്ലേ? ഓ റബ സാഥാല റഖമാനേദി ആരബബ, ഇന്ന് വരെ ദൈവം നമ്മെ കൊണ്ടുവന്നില്ലേ? ജോൺ പാസ് പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചാട്, എല്ലാവരും പ്രാർത്ഥിച്ചാട്, ആരും മൗനമായിരിക്കരുത്. താങ്ക് യു ലോർഡ്. കഥാനുവിലപ്പെട്ട ദാസൻ പ്രാർത്ഥിക്കുമ്പോൾ തനിയല്ല പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരോടാണ് പ്രാർത്ഥിക്കുക. അസാധാരണമായ ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ, ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്നവനായ സ്വർഗ്ഗപിതാവേ, ഇന്ന് പാൽക്കാലം നിന്റെ തിരുസന്നിധിയിൽ കടന്നു വരുവാൻ കൊണ്ട് നിന്നെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ കൊണ്ട് ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. നിന്റെ തിരുമേശയിൽ നിന്ന് ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർത്തതിനോർത്ത് സ്തോത്രം ചെയ്യുന്നു.
കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങളെ കർത്താവെ അനേകം മരുഭൂമിയുടെ അവസ്ഥയിൽ നിന്നും കർത്താവെ ഞങ്ങളെ മാറോട് ചേർത്ത് നിർത്തി ഇത്രത്തോളം നീ ഞങ്ങളെ കൊണ്ടുവന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ ഹല്ലേലൂയ. ഞങ്ങളുടെ ഏതവസ്ഥയിലും നീ ഞങ്ങളുടെ കൂടെ ഇരുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്നയോളം കർത്താവെ ജീവനുള്ളവരുടെ ദേശത്ത് നിലനിൽപ്പാൻ തക്കോണം നീ ഞങ്ങളോട് കരുണ ചെയ്തതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ ഹല്ലേലൂയ. നിന്റെ വലിയ സ്നേഹത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിന്റെ വലിയ കരുതലിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. സഭയോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കടന്നു വന്ന എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാണമേ. രോഗത്താലും ദുഃഖത്താലും ഭാരപ്പെടുന്നവരെ കർത്താവെ നീ ആശ്വസിപ്പിക്കുമാറാണമേ. പൂർണ്ണ സൗഖ്യത്തെ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നന്ദിയോട് സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പേരായി അനുഗ്രഹിക്കണമേ. കുടുംബമായി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മതേഴ്സിനെ അനുഗ്രഹിക്കുമാറാകണമേ കർത്താവെ. ഹല്ലേലൂയ. നന്ദിയോടുകൂടെ സ്തോത്രം. ഒരു കുടുംബത്തെ പുലർത്തുവാൻ തക്കണം എത്ര കഷ്ടപ്പെട്ട് കർത്താവെ ഹല്ലേലൂയ ജീവൻ നയിക്കുന്നുവെങ്കിലും കർത്താവെ നീ അവരെ അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമേ. കുഞ്ഞുകുട്ടികളെ അനുഗ്രഹിക്കുമാറാകണമേ. എല്ലാവരും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിന്റെ ദാസന്മാരെ അനുഗ്രഹിക്കുമാറാകണമേ. ആവശ്യമായ നല്ല ദാനങ്ങളെ കൊണ്ട് നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം കർത്താവേ. ഈ പട്ടണത്തിൽ കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് മുന്നേറുവാൻ തക്കണം, കൈകോർത്ത് പിടിച്ച് മുന്നേറുവാൻ തക്കണം ഇടയാക്കുമാറാകണമേ. അനേക ജീവിതങ്ങളെ കർത്താവേ നിന്റെ സന്നിധിയിൽ കൂട്ടുന്നവരായിരിക്കാൻ തക്കണം നീ ഞങ്ങൾക്ക് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആയുസ്സും ആരോഗ്യവും തന്നാൽ ഹല്ലേലൂയ വീണ്ടും നിനക്ക് വേണ്ടി ജീവിപ്പാൻ തക്കണം ഞങ്ങളെ സഹായിക്കുമാറാകണമേ. എല്ലാ നന്മകളെ കൊണ്ട് നിറയ്ക്കുമാറാകണമേ. കർത്താവ് നിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണമേ സ്വർഗീയ പിതാവേ. സ്വത്രാഴ്ചയ്ക്ക് പാട്ട് പാടുന്നില്ല. ആ സമയത്ത് ഞാൻ 1-2 അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് കപ്സ് എടുക്കുകയും അപ്പം തന്നെ നമുക്ക് ഓഫറിങ് എടുക്കുകയും ചെയ്യാം. നമ്മുടെ പ്രിയ ബ്രദർ മനോജ് കഴിഞ്ഞ ദിവസം യാത്ര ചെയ്ത് നാട്ടിലേക്ക് കടന്നുപോയി.